നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് ഏറ്റുപറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യ ആരോഗ്യമുണ്ട്. ദീർഘായുസ്സോടിരുന്ന് ഞാൻ കർത്താവിനെ സ്തുതിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും എനിക്ക് ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും മരിച്ചവരെ ഉയർപ്പിക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ലൈവിൽ കാണുന്നവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സൂം പ്രയറിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ പ്രാർത്ഥനയുടെ ലിങ്ക് ഉണ്ട്. കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന എല്ലാ പ്രാർത്ഥനകളെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഫെബ്രുവരി നടക്കുന്ന പ്രാർത്ഥനകളിൽ പങ്കുചേരുവാനുള്ളവർക്ക് നിങ്ങൾക്ക് ഞാൻ ഈ ദിവസങ്ങളിൽ ഇന്ന് നാളെയായിട്ട് നമ്മുടെ സ്ക്രീനിലേക്ക് 2 നമ്പറുകൾ വരും. ആ നമ്പറുകളിലേക്ക് നിങ്ങൾക്ക് ബന്ധപ്പെടാം. അപ്പോൾ നിങ്ങളതിൽ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരിൽ വിളിച്ച് നിങ്ങൾ വരുന്ന കാര്യങ്ങളെ നിങ്ങൾ കുറിക്കുക. നിങ്ങൾ വിദേശത്തു നിന്നൊക്കെയാണ് വരുന്നതെങ്കിൽ ഇന്ന് സിസ്റ്ററോട് സംസാരിച്ചപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞത് ഇന്ത്യക്ക് പുറത്തുനിന്നുമൊക്കെ ആളുകൾ വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ഡേറ്റും ലൊക്കേഷനും ഒക്കെ ആവശ്യമാണല്ലോ. നിങ്ങളത് അറിയേണ്ടതിന് ഇൻഫർമേഷന് വേണ്ടി നമ്പറുകളെ കൊടുക്കുന്നു. അപ്പോൾ ലൈവിൽ ഇനി മുന്നോട്ട് യൂട്യൂബിലൊക്കെ കാണാൻ പോകുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ നേരിട്ട് വന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനും കാണുവാനും ആ ശുശ്രൂഷ അനുഭവിക്കുവാനും ഒക്കെ ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവ് എല്ലാം അനുഗ്രഹമായി ചെയ്യുന്നതിന് നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. നിങ്ങൾക്ക് സൗണ്ട് ക്ലിയർ ആണ്? ആരാ സൗണ്ട് ഇല്ലാന്ന് എഴുതി വെക്കുന്നത്? ഓക്കെ. അപ്പോൾ ആരൊക്കെയോ സൗണ്ട് ഇല്ല എന്ന് പറയുന്നു. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യുക, സൗണ്ട് ഇല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ പ്രയർ ചെയ്തൊന്ന് ലെഫ്റ്റ് ചെയ്തിട്ട് വീണ്ടും ലിങ്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ടും ശരിയാകുന്നില്ലെങ്കിൽ നിങ്ങളുടെ സൂം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ അത് ക്ലിയർ ആകാൻ ഇടയായിത്തീരും. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളാൽ കർത്താവ് നിറയ്ക്കുന്നു. നമ്മൾ ഇന്നലകളിലൊക്കെയും കേട്ട് വന്ന വചനഭാഗമല്ല വചന ചിന്ത എന്തിനെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നുള്ള ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? എത്ര കൃപാവരം? 9 കൃപാവരങ്ങളെയാണ് നമ്മൾ ഇന്നലെ കേട്ടത്. 9 കൃപാവരങ്ങൾ നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് പലപ്പോഴും അപ്പോസ്തലനായ പൗലോസ്ലീഹ പറഞ്ഞ ആ വാക്കിലേക്ക് ഞാനൊന്ന് വരികയാണ്. നമുക്ക് അജ്ഞതയാണ് ആ കൃപാവരങ്ങൾ. നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിച്ചിരുന്ന ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ്തു യേശുവിൽ നമുക്ക് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരു മതം വേണം, സ്കൂളിൽ പിള്ളേരെ ചേർക്കുമ്പോൾ ഒരു മതം വേണം, ക്രിസ്തു ഒരു മതമാണ്, അടക്കം ചെയ്യാൻ ഒരു പള്ളി വേണം, ഒരു കല്ലറ വേണം, ഒരു പുരോഹിതം വേണം, നമുക്ക് കല്യാണം അതൊക്കെ നടക്കാൻ വേണ്ടിയൊക്കെ ഒരു ചടങ്ങ് വേണം. ഇതൊന്നും ആയിരുന്നില്ല ആദ്യ കാലഘട്ടം. ഇപ്പം ഇതിങ്ങനെയൊക്കെ ആയിപ്പോയതാണ്. ആദ്യ കാലഘട്ടത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ആദ്യ കാലഘട്ടത്തിൽ ഈ സഭകളില്ല. സുവിശേഷവുമായിട്ട് യെരുശലേമിൽ നിന്ന് അപ്പോസ്തലന്മാർ ആരംഭിച്ചപ്പോൾ നമ്മൾ ഇന്നീ കാണുന്നത് പോലെ വലിയ വലിയ പെക്ടോറിയങ്ങളോ വലിയ എന്താ പറയുക നമ്മൾ ഇങ്ങനത്തെ പോലത്തെ കൂട്ടായ്മകളോ സൂം പ്രയറോ ഒന്നുമില്ല. ഇതിൻ്റെയൊക്കെ ആരംഭം അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പം യഹൂദരിൽ നിന്നും കർത്താവായ യേശു തിരഞ്ഞെടുത്ത തൻ്റെ ശിഷ്യന്മാർ മാത്രമായിരുന്നു. അവർ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചിട്ട് അവർ പല ഭാഷക്കാരുടെയും നിങ്ങളെപ്പോഴും ഞാൻ എപ്പോഴും എൻ്റെ അപ്പോസ്തല പ്രവൃത്തി എന്നെ അതിശയിപ്പിക്കുന്ന ചിന്തയാണ്. നമുക്കിപ്പോൾ ഒരു അറബി അറിയാവുന്നൊരു മിഡിൽ ഈസ്റ്റിലോ താമസിക്കുന്ന ഒരു അറബി നമ്മുടെ നാട്ടിൽ വന്നിട്ട് അദ്ദേഹത്തിന് മലയാളമോ ഇംഗ്ലീഷോ ഒന്നും അറിയത്തില്ല. അയാൾ അറബിയിൽ നിങ്ങളോട് കോട്ടയത്ത് നിന്ന് കൊല്ലത്തേക്കോ ഇടുക്കിയിലോട്ടോ തിരുവനന്തപുരത്തേക്കോ പോകുന്ന വഴി ചോദിച്ചാൽ എത്ര പേർക്ക് മനസ്സിലാവും? അറബി ചോദിച്ചാൽ എനിക്ക് സത്യം പറഞ്ഞ ഞാൻ ആദ്യമായിട്ട് കുവൈറ്റിൽ വചന ശുശ്രൂഷയ്ക്കായിട്ട് വന്ന സമയത്ത് ഓർക്കുന്നുണ്ട്. ഞാൻ എയർപോർട്ടിൽ ഇറങ്ങിയ സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ അവരെന്താ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. അവരെന്താണ് പറയുന്നത് പോലും എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അറബിയിൽ അവർ പറഞ്ഞെനിക്ക് മനസ്സിലായി. ഞാൻ അത്യാവശ്യം അറിയാൻ ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞിട്ട് അവർക്ക് പുറത്തിറങ്ങിയ സമയത്ത് പുള്ളിക്ക് അത്ര അറിയത്തില്ല. അപ്പോൾ പുള്ളി അറബി പറഞ്ഞിട്ട് എനിക്ക് ഒന്നും പിടികിട്ടുന്നില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ബൈബിളിൽ കർത്താവിൻ്റെ ശിഷ്യന്മാർ ബൈബിൾ പറയുന്നു. അവർ പഠിപ്പില്ലാത്തവരും സാധാരണ മനുഷ്യർ വന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നു.
അന്ന് നമുക്കറിയാം, ഇന്ന് നമുക്കൊരു ഗൂഗിൾ ട്രാൻസ്ലേഷൻ എങ്കിലും നമ്മുടെ കയ്യിലുണ്ട്, ഒരു ഡിക്ഷണറി ഉണ്ട്, ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ ഗൈഡുകളുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ ഭാഷകൾ പലവിധമുണ്ടെന്ന് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്. അറേബ്യരുടെ, മേദ്യരുടെ, മെത്തഫട്ടോമിയരുടെ ഒക്കെ ലാംഗ്വേജ് ഉണ്ട്. ഇങ്ങനെ പലവിധ ഭാഷക്കാരുടെ ഇടയിൽ ലോകത്തിൻ്റെ അറ്റത്തോളം ഇവർ പൊയ്ക്കൊണ്ടിരിക്കുക. ഏത് ഭാഷ പറയും? എങ്ങനെ അവരവിടെ എന്താ പറയുന്നത്, അവർ ജീവിക്കും? ഇതൊന്നും അവർക്ക് മുമ്പിലെ ചോദ്യങ്ങളായിരുന്നു. പക്ഷെ അതൊക്കെ അഭിഷേകം അവരെ സഹായിച്ചു. എന്നാൽ ഈ കാലഘട്ടത്തിൽ വന്നപ്പോൾ നമുക്ക് സുഖങ്ങൾ കൂടിപ്പോയി, ഫെസിലിറ്റി കൂടിപ്പോയി. ഞാൻ പറഞ്ഞല്ലോ, നിരീശ്വരവാദം ഉണ്ടാകുന്ന രാജ്യങ്ങൾ മൊത്തം നോക്കിയാൽ മതി, അവിടെ എല്ലാം ഹൈ ഫെസിലിറ്റി ഉള്ള രാജ്യങ്ങളാണ്. അവർക്ക് ദൈവത്തിൻ്റെ ആവശ്യമില്ല എന്നവർ പറയാൻ കാരണം ടെക്നോളജിയിലാണ് അവർ വിശ്വസിക്കുന്നത്. പക്ഷേ ടെക്നോളജിയൊക്കെ നിലച്ചു പോകുന്നത് നമുക്കറിയാൻ പറ്റും. ഒരു കോവിഡ് വന്നപ്പോൾ സകലതും നിലച്ചുപോയി. മനുഷ്യൻ്റെ പണത്തിനോ ടെക്നോളജിക്കോ മെഡിസിനോ ഒന്നിനും മനുഷ്യനെ നമ്മൾ കണ്ടില്ലേ, ശവങ്ങൾ ഇങ്ങനെ, ഡെഡ് ബോഡികൾ ഇങ്ങനെ കുനുകുനാന്ന് കിടക്കുന്നതും, മനുഷ്യൻ പൈസ ഒന്നിനും കൊല്ലാൻ പറ്റാത്തതും, ഓക്സിജൻ സിലിണ്ടറുമായിട്ട് മനുഷ്യൻ ഓടുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ട് ഭയാനകമായ കാഴ്ച നമ്മൾ ലോകത്തിൽ കണ്ടില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറൊരു കാര്യമുണ്ട്. നിങ്ങൾ ഇപ്പോഴേ വിശ്വാസത്തിൽ വളരാനും വിശ്വാസത്താൽ ഉപയോഗിക്കാനും വിശ്വാസത്താൽ ജീവിക്കാൻ പഠിച്ചില്ലെങ്കിൽ കോവിഡ് പോലെയുള്ള മഹാമാരികളും വ്യാധികളും ലോകത്തിൽ ഇനി വരുമെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. നമ്മൾ ഇടുക്കി ഡാമൊക്കെ പൊട്ടും എന്ന് പറഞ്ഞ് പേടിച്ചിരിക്കുമല്ലേ. ഇതിനേക്കാൾ വലിയ ദുരന്തങ്ങൾ ലോകത്തിൽ വരാൻ പോവുക. നിങ്ങളെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യും? ചിലപ്പോൾ കറണ്ട് ഇല്ലാതെ വന്നേക്കും, ചിലപ്പം വെള്ളം കിട്ടാതെ വന്നേക്കും, ചിലപ്പോൾ ലോകം മുഴുവൻ, ബൈബിളിലൊരു വാക്കുണ്ട്, യുദ്ധങ്ങൾ വരുമെന്നാണ് പറഞ്ഞത്. ജാതിയോടും രാജ്യത്തോടും യുദ്ധങ്ങളുണ്ടാവും. നമ്മൾ ലാസ്റ്റ് ഉണ്ടായ യുദ്ധത്തിൽ കണ്ടല്ലോ, ഒരു രാജ്യം മറ്റു രാജ്യത്തിൻ്റെ ഇലക്ട്രിസിറ്റി പോലും എന്ത് ചെയ്തു, നശിപ്പിച്ച് കളഞ്ഞു. അങ്ങനെ പലതും ലോകത്തിൽ സംഭവിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആ സമയത്ത് കരച്ചിലിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് കാര്യമില്ല. അവിടെ നിങ്ങൾ പഠിക്കണം, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കാൻ പഠിക്കണം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഈ ഓടി നടന്നുള്ള പ്രാർത്ഥനകൾക്കൊന്നും നമ്മളെ രക്ഷിക്കാൻ കഴിയത്തില്ല. അവിടെ വിശ്വാസത്തിൽ വളർച്ച പ്രാപിച്ചവനും. അതുകൊണ്ടാണ് ഒരുവൻ എടുക്കപ്പെടുമെന്നും ഒരുവൻ തള്ളപ്പെടുമെന്നൊക്കെ പറയാൻ കാരണം, ആ ഒരു പ്രതിസന്ധി കാലഘട്ടത്തെ ഓവർകം ചെയ്യാൻ നമുക്കറിയാതെ വരുമ്പോൾ നമ്മൾ തകർന്നു പോകും. എന്നാൽ ഇത് അറിയാവുന്നവരെന്ത് ചെയ്യും? ഈ വിശ്വാസത്താൽ അറിയാവുന്നവർ അവർ വിശ്വാസത്താൽ ജീവിക്കും. ഇപ്പോൾ ഉദാഹരണം പറയാം, ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ല, നമ്മളൊരു സൂപ്പർ നാച്ചുറൽ എബിലിറ്റിയിൽ ഞാൻ കൃപാവരങ്ങളിലേക്ക് വരുവാണ്. നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് പറയാം, ഇപ്പം നമുക്ക് ആഹാരമെല്ലാം സുഭിക്ഷമായിട്ടുണ്ടല്ലേ. നമ്മളിപ്പോൾ ഈ പ്രാർത്ഥന കൂടുന്നവർ, എനിക്ക് തോന്നുന്നത് ഒരു നേരമെങ്കിലും ആഹാരം കിട്ടുന്നവരുണ്ടെന്ന് എനിക്കറിയാം. അത് കിട്ടാത്തവരായിട്ട് ആരും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു നേരമെങ്കിലും കിട്ടുന്നവരുണ്ട്. ഇത് കിട്ടാതെ വരുന്നൊരവസ്ഥയിലേക്ക് ഇതങ്ങനെ വരത്തില്ല. അങ്ങനെ ഒരു അവസ്ഥ വന്നാലോ? കോവിഡ് സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, നമ്മുടെ 2018 വെള്ളപ്പൊക്കത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എനിക്ക് വന്ന വൈഫ് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണ്. അപ്പം ഞാൻ കടയിൽ ചെന്ന സമയത്ത് ഞങ്ങളുടെ അടുത്തുള്ള മിക്ക കടകളിലും സാധനങ്ങളില്ല. ഇത് വലിയൊരു ഇതായിപ്പോയി. കാരണം വെച്ചാൽ അവിടെ ചെന്നിട്ട് ഒരു കടയിലും സാധനമില്ല. ചെറിയ കടകളിൽ നിന്ന് പോലും ആളുകൾ ബൾക്കായിട്ട് എന്ത് ചെയ്യുക, സ്റ്റോക്ക് ചെയ്യുക. നമ്മളോർക്കുന്നുണ്ട് ആ സമയത്ത് ഗവൺമെൻറ് പിന്നീട് ഇടപെട്ടു, അങ്ങനെ സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ വന്നിട്ട് പോലും ആളുകൾ ബൾക്കായിട്ട് എന്ത് ചെയ്യുവാണ്, അരിയും പച്ചക്കറിയും അതും ഇതും എല്ലാം കയ്യിൽ പൈസ ഉള്ളവരെല്ലാം സ്റ്റോക്ക് ചെയ്തു. ഞാൻ ലേറ്റായിട്ട് ചെന്നുകൊണ്ട് ഞാൻ അവിടെ നോക്കിയിട്ട് ഒന്നുമില്ല. അപ്പോൾ കടക്കാരൻ പറയും, ഞാനിത് പൂട്ടാൻ പോകും, കാര്യം എന്തുവാ, ഇനി കടയിലൊന്നുമില്ല. അതുപോലെ ഇനി കടയിൽ നിന്ന് സാധനം എടുക്കാൻ പോകാൻ പോലും പറ്റത്തില്ല. 2018 വെള്ളപ്പൊക്കം നിങ്ങളെല്ലാം നിങ്ങളുടെ ഏരിയയിൽ അങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അവർ പറഞ്ഞത് അങ്ങോട്ട് പോകാൻ പോലും പറ്റാത്ത രീതിയിൽ എന്ത് ചെയ്തു, പലയിടങ്ങളിലും അടയപ്പെട്ടു. പല സ്ഥലങ്ങളിലും സ്റ്റോക്കുകൾ വരുന്നില്ല, വണ്ടി പോകുന്നില്ല. ഉണ്ടായിരുന്ന എന്തുണ്ടായി, നമ്മുടെ സ്റ്റോർ ചെയ്ത സ്ഥലങ്ങളൊക്കെയും നനഞ്ഞു, വെള്ളം കയറി, അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇനി ലോകത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങളുടെ തലമുറ എന്തു പഠിപ്പിക്കും? എന്നാൽ വിശ്വാസ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെ കൈയടിക്കുക, പ്രാർത്ഥിക്കുക, കൂടുക, ഞായറാഴ്ച വരിക എന്നുള്ള പരിപാടിയല്ല. ബൈബിളിൽ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു നാച്ചുറൽ യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിച്ച വ്യക്തി ഒരു നോർമൽ മനുഷ്യനല്ല. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടല്ലോ, ആൻറ്റി പറഞ്ഞില്ലേ, ക്യാൻസർ സൗഖ്യമായ സാക്ഷ്യം നമ്മൾ കേട്ടു. ക്യാൻസർ രോഗം എന്ത് ചെയ്തു, യേശു സൗഖ്യമാക്കിയത് നമ്മൾ കേട്ടു. എനിക്ക് വലിയ അതിശയം. കാരണം വെച്ചാൽ അവിടെ പറഞ്ഞൊരു വാക്കാണ് എന്നെ ഒത്തിരി ക്യാൻസർ രോഗം സൗഖ്യമായ സാക്ഷ്യം നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും എന്നെ അതിശയിച്ചത്, അവിടുന്ന് ഡോക്ടർമാർ എന്ത് ചെയ്യുന്നില്ല, വിടുന്നില്ല. അവർക്ക് സംശയം. കാര്യം അവരത്രയും RCC അതുപോലത്തെ ട്രിവാൻഡ്രത്തെ ഏറ്റവും വലിയ ക്യാൻസർ സെൻ്ററുകാർ ഒരു പേഷ്യൻറ്റിനെ വിടുന്നില്ല. അവർ പറയുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ കണ്ടതാണ് ഈ സ്കാൻ ചെയ്തപ്പം മുഴ, അത് നിമിത്തമാണ് ബയോപ്സിക്ക് വിട്ടതും കൺഫേം ആയതും ഓപ്പറേഷൻ തീരുമാനിച്ചതും. പക്ഷേ ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് ശേഷം സ്കാൻ ചെയ്തപ്പം അവർ ആൻറ്റി പറഞ്ഞു കേട്ടില്ലേ, കോഴിക്കോടിൽ അവർ ചോദിക്കും, നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ എന്താ കഴിച്ചത്, എന്ത് മരുന്നാണ് നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ കഴിച്ചത്? അവരെന്നിട്ട് പഴയ റിസൾട്ട് വെച്ച് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പോയി. അവർക്ക് വിശ്വാസം വരുന്നില്ല. എങ്ങനെ ഇത് സംഭവിച്ചു?
അപ്പോൾ ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു വ്യക്തിയെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന ക്യാൻസറിൽ നിന്ന് പോലും വിടുവിക്കുവാൻ കഴിയുന്നുവെങ്കിൽ നിങ്ങളുടെ അകത്ത് വന്നിരിക്കുന്ന ദൈവശക്തിയുടെയും വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും വചനത്തിൻ്റെയും പവർ നിങ്ങൾ ശരിക്കും ഒന്ന് ഉപയോഗിച്ചാലോ. ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്. ഇങ്ങനെയാണ് എൻ്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തയിൽ എന്തുവാ, കർത്താവിലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് തല്ലും വഴക്കും എല്ലാം കൊണ്ടുവന്ന് അടിയും പിടിയും എല്ലാം കൊണ്ട് നിന്നയും പരിഹാസവും എല്ലാം ചുമന്നുള്ള ജീവിതമാണ് നമ്മളെ പിശാച് കള്ളത്തരം കൊണ്ട് പഠിപ്പിച്ചു. ആമേൻ. ഞാൻ അതിനോട് പറഞ്ഞായിരുന്നു ഓപ്പറേഷൻ ചെയ്യരുതെന്ന് പറഞ്ഞായിരുന്നു. ഓപ്പറേഷൻ ചെയ്യാൻ നമ്മൾ സമ്മതിക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം നമുക്കത് കർത്താവ് ചെയ്ത അത്ഭുതം തന്നെയാണ്. അപ്പം നമ്മൾ പലപ്പോഴും വിശ്വാസത്താൽ നമ്മൾ പല കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പലത് അനുഭവിക്കുകയും ചെയ്യുമ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മളൊരു നാച്ചുറൽ മനുഷ്യരിലെ സ്ഥലത്തിൽ നിന്നും യേശുവിലുള്ള വ്യക്തി. ഇതാണ് ആദ്യ കാലഘട്ടം നടന്നത്. നമ്മൾ ഈ സഭാചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ പള്ളികളുടെ എണ്ണം പിടിക്കാൻ വേണ്ടി പോകും. ഏത് പള്ളിയായിരുന്നു ആദ്യം ഉണ്ടായത്, ഏത് സഭയാണ് ആദ്യം ഉണ്ടായത്, നമ്മൾ അതിൻ്റെ പുറകെ പോകുന്നതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് വിശ്വാസ ജീവിതം പഠിക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഉണ്ടായ സഭയുടെ പുറകെ പോകും. ആദ്യം ഉണ്ടായ സഭയുടെ പുറകെ പോകുമ്പോൾ എന്നാ സംഭവിക്കുന്നറിയാവോ, നമുക്ക് വിശ്വാസ ജീവിതത്തിൽ നിന്ന് വളരാൻ കഴിയത്തില്ല. ആദ്യം സഭയല്ല ഉണ്ടായത്. നിങ്ങൾ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി വായിക്കുമ്പോൾ അവിടെ സഭ യെരുശലേം സഭയാണ്. യെരുശലേം സഭ യഹൂദന് മാത്രമാണ്. ഇന്ന് നിങ്ങൾക്ക് യെരുശലേമിൽ യഹൂദിയിൽ ഇസ്രായേലൊക്കെ താമസിക്കുന്നവർക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് യെരുശലേമിൽ യഹൂദൻ ഇന്ന് യെരുശലേം പള്ളി ഇല്ല, യെരുശലേം ഇടിഞ്ഞുപോയി. അവരുടെ സിനഗോഗുകൾ മാത്രമേ, ചെറിയ സിനഗോഗുകൾ, കൂട്ടായ്മ സ്ഥലങ്ങളാണ്. അവിടെ ചെന്ന് നിങ്ങൾ യേശു കർത്താവ് എന്ന് പ്രസംഗിച്ച് അവർ ഓടിച്ചു വിടും. കാര്യം ഇത് തന്നെ അപ്പോസ്തലന്മാരുടെ കാലഘട്ടം. ഇന്നും പറ്റുന്നില്ല, പിന്നെയാണ് അന്ന്. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ പോലും പറ്റുന്നില്ല, ഇന്ന് അവർ ഒട്ടും സമ്മതിക്കത്തില്ല. അപ്പം ഇവർക്ക് എന്ത് ചെയ്യും, ഇവർ പലയിടങ്ങളിൽ പോയി കൂട്ടായ്മ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത് നിന്റെ വീട്ടിലെ സഭയെന്ന് അപ്പോസ്തല പ്രവൃത്തിയിലൊക്കെ പറയുന്നുണ്ട്. ലേഖനങ്ങളിൽ കൊരിന്ത്യ ലേഖനത്തിലൊക്കെ പറയുന്നുണ്ട് വീട്ടിലെ സഭകൾ. അപ്പോൾ അന്ന് അവരെന്ത് ചെയ്തു, വീടുകളിൽ കൂടിക്കൊണ്ടിരുന്ന ആളുകൾ അതിനെ അവർ സഭയെന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ആലോചിച്ച് നോക്കി, അന്ന് സഭകൾ ഉണ്ടായിരുന്നെങ്കിൽ വീട്ടിൽ എന്തിനാ സഭയെന്ന് പറയുന്നത്. അപ്പോൾ അവരന്ന് കൂടി ഉണ്ടായി വന്നതാണ് പിന്നീട് പള്ളികളും കൂട്ടായ്മകളും ഒക്കെ. അപ്പോൾ ആദ്യം ഉണ്ടായത് പള്ളികളല്ല, ആദ്യം ഉണ്ടായത് കർത്താവിൻ്റെ അപ്പോസ്തലന്മാരിലുള്ള വിശ്വാസ ജീവിതമാണ്. ആമേൻ. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയണം, ആത്മീക വരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതെ ആകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അപ്പോസ്തലനായ പൗലോസ് പറയണം, ആത്മീക വരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാത്തവർ ആകാം. അപ്പോൾ ഈ അറിവാണ് പൗലോസ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ ചോദിക്കുകയാണ്. ഞാൻ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ വന്നപ്പം ഞാൻ പലരും പല പ്രസംഗങ്ങളും കേട്ടു, പല ആളുകളും എന്ത് ചെയ്യാൻ തുടങ്ങി, എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്കൊരു സംശയം, ഈ ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് വലിയ വലിയ കാര്യങ്ങളാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഈ പിശാചിന് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യം അത്ഭുതം എന്ന വാക്കാണ്. അവന് അതുകൊണ്ടാണ് അവൻ ഡ്യൂപ്ലിക്കേറ്റ് അത്ഭുതങ്ങൾ നിർമ്മിക്കുന്നത്. അവന് ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത്ഭുതം. അത്ഭുതം എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു വ്യക്തി സാധാരണ ഗതിയിൽ നിന്നും അവനെ അസാധാരണമായ രീതിയിൽ അവനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുന്നതാണ് മിറക്കിൾസ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങളിപ്പോൾ ഒരു സാധാരണക്കാരനെ പോലെ ചിന്തിക്കുന്നു. ഇപ്പം നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയ്ക്ക് പോയി, യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയിൽ അവിടെ ചെല്ലുന്നു. അവിടെ നിങ്ങളാണ് ചെറുപ്പക്കാരൻ, 5 അപ്പവും 2 മീനുമായിട്ട് പോയ ചെറുപ്പക്കാരൻ നിങ്ങളാണ്. അവിടെ എങ്ങനെയാണ്, നിങ്ങൾ 3 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് പോയി 5 അപ്പവും 2 മീനും കൊണ്ടുപോയ ആ ചെറിയ ബാലൻ നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ ആ സൈഡിലെങ്ങാനും പോയിരുന്നുകൊണ്ട് എന്ത് ചെയ്യും, ആരും കാണാതെ. കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് നല്ല വിശപ്പാണ്. 3 ദിവസം കർത്താവിനൂടെ വചനത്തിന് വന്നിട്ട് ഭയങ്കര വിശപ്പാണ്. 5000 പുരുഷന്മാർ പ്ലസ് ആൾക്കാരും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് വിശന്നിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മുമ്പിൽ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂട്ടൽ കുഞ്ഞുങ്ങൾ വല്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്ത് കഴിക്കുക. ബാക്കി ആൾക്കാർ എന്ത് ചെയ്യണം, നോക്കിക്കൊണ്ടിരിക്കണം. പക്ഷേ യേശുവിൻ്റെ ശുശ്രൂഷ ആ 5 അപ്പം മേടിച്ചിട്ട് 5000 പേർക്ക് പകുത്തി കൊടുത്തു. ഞാൻ എപ്പോഴും പറയത്തില്ലേ, ഇതൊരു സാധാരണ ഗതിയിൽ നടക്കത്തില്ല. 5 അപ്പത്തെ ഇനി മിക്സിയിലിട്ട് പൊടിച്ചാൽ പോലും 5000 പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും കൊടുക്കാൻ പറ്റത്തില്ല. നടക്കാത്ത കാര്യം. നാച്ചുറലി നമ്മൾ നോക്കിയാൽ, നോർമൽ ലൈഫിൽ നോക്കിയാൽ ഇതെന്ത് ചെയ്യുവാൻ കഴിയത്തില്ല, നടക്കത്തില്ല. പക്ഷേ കർത്താവിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് സാധ്യതകൾ ഭയങ്കരമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഒരു വിത്ത് നമ്മളിലേക്ക് എത്തിപ്പെടണമെങ്കിൽ അതിനുവേണ്ടി വിത്ത് വേണം, കൊയ്ത്ത് വേണം, കളപ്പുര വേണം, വയൽ വേണം, കൃഷിക്കാരൻ വേണം, ട്രാക്ടർ വേണം, അത് മെതിക്കണം, കൊയ്യണം, കളപ്പുരയിൽ വെക്കണം, പൊടിപ്പിക്കണം, മാവ് വേണം, തീ വേണം, സ്റ്റൗ വേണം, അത് കുഴയ്ക്കാൻ വേണ്ടി എല്ലാ സജ്ജീകരണം വേണം. എന്നാൽ മാത്രമേ നമുക്കൊരു അപ്പമായിട്ട് കൈ കിട്ടത്തുള്ളൂ. ഇതൊന്നുമില്ലാതെ യേശുക്രിസ്തു ജസ്റ്റ് സ്വർഗത്തിലേക്കൊന്ന് വാഴ്ത്തി താഴേക്ക് വെച്ചപ്പോഴേക്കും കൊട്ട നിറച്ചും അപ്പവും മീനും. ഇതൊരു നാച്ചുറൽ അല്ല, ഇതിൻ്റെ പേരാണ് മിറക്കിൾ. നോർമലായിട്ട് നടക്കാത്തതെല്ലാം, സൂപ്പർ നാച്ചുറലി സംഭവിക്കുന്നതെല്ലാം മിറക്കിൾസ് എന്ന് പറഞ്ഞത്. ഈ ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം, നോർമൽ ലൈഫ് അല്ല.
യേശുവിനെ വിളിക്കുന്നവൻ്റെ ജീവിതം സാധാരണ അപ്പുറത്തെ വീട്ടിലെ ആളെ പോലെ ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പരിശോധിച്ചോ, എവിടെയോ നിങ്ങൾ സ്റ്റക്കായിട്ടുണ്ട്. ആമേൻ. ഞാൻ വേഗത്തിൽ തന്നെ വരികയാണ്. കൃപാവരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തില്ലായിരുത്, അറിവില്ലാത്തവർ ആകരുത്. ഇനി ഞാനൊരു കാര്യം പറയാം. ഒത്തിരി ഞാൻ ഫേസ് ചെയ്ത ചോദ്യങ്ങളിൽ ഒരു ചോദ്യമാണ്, ബ്രദറെ, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ അവർക്കെല്ലാം ഭയങ്കര അനുഗ്രഹങ്ങളുണ്ടാവും, അവർക്ക് ഭയങ്കര അനുഗ്രഹങ്ങളാണ്, പക്ഷെ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ചില ആളുകൾ ഷെയർ ചെയ്താൽ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, വാസ്തവം അങ്ങനെയല്ല, അതെന്താണെന്നുള്ള കാരണം ഞാൻ പറയുകയാണ്, അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ. എന്നാൽ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും എനിക്ക് ഒരു പരിധിക്കപ്പുറം അത്ഭുതം കാണാനോ പറ്റുന്നില്ല. പലപ്പോഴും ഞാൻ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വിപരീതമാണ് എൻ്റെ ജീവിതത്തിൽ പലതും സംഭവിക്കുന്നത്. അപ്പോൾ എന്നോട് പലരും ചോദിക്കും, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വരുന്നതിൻ്റെ കാരണം? ഒരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഈ കൃപാവരങ്ങളുടെ പ്രാധാന്യം എന്താണെന്നുള്ളതാണ് ചോദ്യം. രണ്ട് കാര്യങ്ങൾ കൊണ്ടുവരും. ഒന്ന്, ചില സമയത്ത് ദൈവം ചില വാഗ്ദത്തങ്ങളെ തടഞ്ഞു വെക്കും. നമുക്കറിയാം, ഹന്നയുടെ ഉദരത്തെ ദൈവം അടച്ചു വെച്ച, ദൈവം തന്നെ അടച്ചു വെച്ചതാണ്. സമയമായപ്പോൾ ദൈവം പുറത്തു കൊണ്ടുവന്നു. സെക്കരിയാവിൻ്റെ വൈഫായ എലിസബത്ത്, നമുക്കറിയാം, സ്നാപക യോഹന്നാൻ്റെ ജനനം അതേപോലെ തന്നെയായിരുന്നു. ദൈവം അടച്ചു വെച്ചു, പക്ഷേ പിന്നത്തേത് ദൈവം തുറന്നപ്പോൾ വലിയ വലിയ ശുശ്രൂഷയിലേക്ക് വരുന്ന പ്രവാചകന്മാർ പുറത്തേക്ക് വരുന്നതിന് മുമ്പ് ചില സമയങ്ങളിൽ ദൈവം അങ്ങനെയൊക്കെ ചെയ്യും. ബൈബിളിൽ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പുറത്തുനിന്നല്ല, ചിലപ്പോൾ അങ്ങനെ വരും. ശമൂവേലിനെ പോലെയുള്ള ശക്തന്മാരായ പ്രവാചകന്മാരുടെ പുറത്തു വരവ് ചില സമയത്ത് ദൈവം അങ്ങനെയൊക്കെ ചെയ്യും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പദ്ധതികൾ, കാലങ്ങളും സമയങ്ങളും അതിനുവേണ്ടി ദൈവം ഒരുക്കുന്നതാണ്. യേശുക്രിസ്തു പറയുന്നുണ്ട്, ഇങ്ങനെ സകല നീതിയും നിവൃത്തിയാകണം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജനനം, സ്നാപക യോഹന്നാൻ്റെ ജനനം, വളർച്ച, ഇതൊക്കെയായിട്ട് വലിയൊരു കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ചിലത് അങ്ങനെ സംഭവിക്കും. എന്നാൽ ചില കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാവും, ചില സമയങ്ങളിൽ നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കും. എൻ്റെ കാരണം ഞാൻ പറഞ്ഞു തരാം. ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞു, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിലെ ചില അവയവങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. നിങ്ങൾ ഞെട്ടുവൊന്നും വേണ്ട. നമ്മുടെ അവയവങ്ങൾക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വളരെ സ്വാധീനമുണ്ട്. നമ്മുടെ ചിന്ത വിശ്വാസ ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മുടെ വാക്കുകൾ വിശ്വാസ ജീവിതത്തിലൊരു പ്രധാന ഘടകമാണ്. നമ്മുടെ മനസ്സ് വിശ്വാസ ജീവിതത്തിൽ, അതായത് ഒരു ദൈവപ്രവൃത്തിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഘടകങ്ങളിൽ ഇതെല്ലാം മിക്സഡാണ്. ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ടിരിക്കും ഇതിൻ്റെ കാര്യം. ഞാനൊന്ന് മനസ്സിലാക്കാം. ഞാൻ നേരെ കൃപാവരത്തിലേക്ക് ഒന്ന് പോവുകയാണ്. ഇന്നലെ നമ്മൾ കേട്ടതിൻ്റെ ബാക്കി ഭാഗം പോലെ പറയുകയാണ്. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ശുശ്രൂഷയിൽ വ്യത്യാസമുണ്ട്, വീര്യപ്രവൃത്തിയിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും പ്രവർത്തിക്കുന്ന ഒരേ ആത്മാവത്ര. ഇന്നലെ അത് പറഞ്ഞത് ക്ലിയർ ആയല്ലോ. ഇനി പുതിയതായിട്ട് കേൾക്കുന്നവർക്കുണ്ടെങ്കിൽ യൂട്യൂബിൽ ഇതിൻ്റെ തുറമാനമായിട്ടുള്ള ബൈബിൾ സ്റ്റഡി ഉണ്ട്. 2ാമത്തെ ക്ലാസ്സാണ്. ആദ്യത്തെ ക്ലാസ് കേൾക്കുക. ഇവിടെ പറയുകയാണ്, ഒരാത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനം. അപ്പോൾ എന്താണ് ജ്ഞാനത്തിൻ്റെ വചനം എന്നുള്ളത് ഞാൻ പറഞ്ഞു. വേർഡ് ഓഫ് വിസ്ഡം, വേർഡ് ഓഫ് നോളജ്. ഇതിനെപ്പറ്റി ഇന്നലെ പറഞ്ഞുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ആത്മാവിനാൽ വിശ്വാസം, ദ സ്പിരിറ്റ് ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്ന വാക്കാണ്. സ്പിരിറ്റ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ വരം. 9 കൃപാവരങ്ങളിൽ പ്രധാനപ്പെട്ട വരങ്ങളിൽ ഒന്നാണ് വിശ്വാസത്തിൻ്റെ വരം. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് എന്തിനാണ് രോഗം വരുമ്പം പ്രാർത്ഥനയ്ക്ക് വരുന്നത്? കടഭാരം വരുമ്പോൾ എന്തിനാണ് പ്രാർത്ഥനയ്ക്ക് വരുന്നത്? കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ വരുമ്പം എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്? പോലീസിൻ്റെയും കോടതിയിലും തീർക്കേണ്ട വിഷയം വരുമ്പോൾ എന്തിനാണ് പ്രാർത്ഥനയ്ക്ക് വരുന്നത്? ഇവിടെ ആരും മേലധികാരികളില്ല. ഗവൺമെൻറ് തലത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരൊന്നും ഈ പ്രാർത്ഥനയിലില്ല. മന്ത്രിമാരോ MLA മാരോ ലോകത്തിലെ പ്രസിഡന്റുമാരോ ഒന്നും സൂം പ്രയറിലില്ല. പിന്നെ എന്തുകൊണ്ട്? ഡോക്ടർമാരോ ഉണ്ടെങ്കിലും പക്ഷേ ഇവിടെ ചികിത്സിക്കാൻ വേണ്ടി ആരുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഈ പ്രയറിലേക്ക് വരുന്നത്? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് രോഗം വരുമ്പം നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വരുന്നത്? അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ എന്തുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് വരുന്നത്? നിങ്ങളെ ഗൈഡ് ചെയ്യുന്നു. അതായത് നിങ്ങളുടെ അയൽവക്കത്തെ ആൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ പറയും, എൻ്റെ സഹോദരി പ്രാർത്ഥന കൊണ്ടൊക്കെ വല്ലതും ശരിയാകുമോ എന്ന് അവർ കളിയാക്കി ചോദിക്കുമ്പോൾ അതൊരു സത്യമല്ലേ? ഇങ്ങനെ പ്രാർത്ഥിച്ച് നടന്നാൽ മതിയോ? ജീവിതമല്ലേ? എപ്പോഴും ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലതും കിട്ടുമോ എന്ന് അവൻ ചോദിക്കുമ്പോൾ അത് ശരിയല്ലേ? കാര്യം പ്രാർത്ഥന കൊണ്ട് വല്ലതും നടക്കുമോ? ഈ ലോകത്തിൽ ജീവിക്കുന്നവന് പണം വേണം, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യം വേണം, നമുക്ക് എന്ത് വേണം? സൗകര്യങ്ങൾ വേണം. ഇതെല്ലാം ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് ജീവിക്കാം. അപ്പോൾ അവൻ ചോദിക്കുന്ന കറക്റ്റാണ്. ഈ പ്രാർത്ഥന കൊണ്ട് വല്ലതും നടക്കുമോ? പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥനയിലേക്ക് വരുന്നത്? അതിൻ്റെ കാരണം നിങ്ങളുടെ അകത്ത് ആത്മാവിനാലുള്ള വിശ്വാസം, സ്പിരിറ്റ് ഓഫ് ഫെയ്ത്ത് എന്നും ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് എന്നും ഉള്ള വാക്കാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു ഗിഫ്റ്റ് ലഭിച്ചു. വിശ്വാസം എന്ന ഗിഫ്റ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ പറഞ്ഞു, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റു പറയണമെങ്കിൽ പോലും പരിശുദ്ധാത്മാവ് നമ്മളിൽ വാരണം. അപ്പോൾ പരിശുദ്ധ ആത്മാവ് നമുക്ക് തരുന്നതാണ് വിശ്വാസം.
ഈ വിശ്വാസത്തിന് ഭയങ്കര പ്രത്യേകതയുണ്ട്. ഇത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. എബ്രായ ലേഖനത്തിൽ വാക്യമുണ്ട്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. ദൈവസന്നിധിയിൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം തരുമെന്നും വിശ്വസിക്കണമെന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ വിശ്വാസം എന്ന വരം ശ്രദ്ധിച്ചോണം. വിശ്വാസം എന്ന വരം ഏറ്റവും പ്രധാനപ്പെട്ട വരങ്ങൾ. ഇതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ. നിങ്ങൾക്ക് ഇപ്പം ഞാൻ എന്ന വ്യക്തിയുടെ അടുക്ക വന്ന് പ്രാർത്ഥിക്കാൻ നിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം സഹോദര സഹോദരി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയണമെങ്കിൽ വിശ്വാസം എന്ന വരം വേണം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം മിൻസി സഹോദരി ഇട്ടിട്ടുണ്ടത്. അപ്പോൾ വിശ്വാസം എന്ന വരം ലഭിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, വിശ്വസിക്കുവാൻ പറ്റുന്നത്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, വിശ്വാസത്തിൻ്റെ വരവുള്ളത് കൊണ്ടാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. ആമേൻ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം എടുക്കേണ്ട 1-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം. ഇങ്ങനെ പറയുന്നത് ആൻ എക്സീഡിങ് ഗ്രേറ്റ്നെസ് ഓഫ് ഹിസ് പവർ. അളവറ്റ ദൈവശക്തി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നുണ്ട്. ആ ശക്തിയെപ്പറ്റി താഴെ പറയുന്നു, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ച അതേ ആത്മാവ്. അപ്പോൾ ആത്മശക്തി, അളവറ്റ ശക്തി, പരിശുദ്ധാത്മശക്തി പ്രവർത്തിക്കുന്ന ഒരു തലമാണ് നമ്മുടെ ശരീരം. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ നടക്കുന്ന വഴിയിൽ അവരുടെ നിഴലെങ്കിലും തട്ടിയാൽ രോഗികൾ സൗഖ്യമാകേണ്ടതിന് പത്രോസ്ലീഹ പോകുന്ന വഴിയിൽ രോഗികൾ ഇങ്ങനെ നിരന്നു കിടക്കും. പത്രോസ്ലീഹ നിഴലടിച്ചാൽ പോലും സൗഖ്യമാണ്. അതിൻ്റെ കാരണം പത്രോസ്ലീഹയുടെ അകത്തൊരളവറ്റ ശക്തി വ്യാപരിക്കുന്നുണ്ട്. ആ ശക്തിയെ തിരിച്ചറിയുന്നത് കൊണ്ടാണ് പത്രോസിൻ്റെ നിഴലെ പോലും സൗഖ്യം. ഇനി നമ്മളെപ്പോഴും പറയുന്ന വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ഒരു വാക്യമുണ്ടല്ലോ, യേശു തന്ന ലൂക്കോസ് 10-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം കാണാപ്പാട് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? ആമേൻ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെ ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്, അല്ലേ? ഐ ഹാവ് ദ അതോറിറ്റി ടു ട്രാംപ്ലിംഗ് ഓൺ സർപ്പൻസ് ആൻഡ് സ്കോർപ്പിയോ. സകല പിശാചുക്കളെ, ഓവറോൾ ദ പവർ ഓഫ് ദ എനിമി എന്ന് പറഞ്ഞത്. പിശാചിൻ്റെ സകല പ്രവൃത്തിയെയും ചവിട്ടി മെതിക്കുവാൻ യേശു നമുക്ക് അധികാരം തന്നിരിക്കുന്നുണ്ട്, അല്ലേ? ഐ ഹാവ് ദ അതോറിറ്റി ടു ട്രാംപ്ലിംഗ് ഓൺ സർപ്പൻസ് ആൻഡ് സ്കോർ. ഐ ഹാവ് ദ അതോറിറ്റി. എനിക്ക് അതിൻ്റെ മേലൊരു അധികാരമുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു? കാര്യം നമ്മൾ ആദ്യം കേട്ടു, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു അളവില്ലാത്ത ശക്തി. 2, പാമ്പുകളെയും തേളുകളെയും, ഓവറോൾ ദ പവർ ഓഫ് ദ മുഴുവൻ പിശാചുക്കളുടെ ശക്തികളെയും ചവിട്ടുവാൻ എനിക്ക് അധികാരമുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ നടക്കുകയും, എൻ്റെ ചോദ്യമാണിത്, കറക്റ്റ് അല്ല, കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനത് ഏറ്റെടുക്കുന്ന ആളല്ല, വിശ്വസിക്കുന്ന ആളല്ല, പക്ഷേ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് ക്ലിയർ ആകണമല്ലോ. ഇനി മുന്നോട്ട് നിങ്ങൾ ഇതുപോലെ പ്രാർത്ഥിക്കുമ്പം നിങ്ങളുടെ ജീവിതത്തിലും ഈ ഒരു സംഭവം വന്നേക്കാം, ചോദ്യം വന്നേക്കാം. എന്താ അതിൻ്റെ കാരണമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഒരു വ്യക്തി ഇപ്പം മാനസികമായിട്ട് തകർന്നിരിക്കുക, അപ്പം നിങ്ങൾ ആ വ്യക്തിയോട്, ഇപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾ വചനമൊക്കെ മനസ്സിലാക്കി എല്ലാ ദിവസവും സൂം പ്രയറിലൊക്കെ കയറി വചനമൊക്കെ പഠിച്ച് ഇങ്ങനെ നന്നായിട്ട് മിടുക്കരായിട്ടിരിക്കുക. നിങ്ങൾ ആ വ്യക്തി വന്നിട്ട് ഭയങ്കര പ്രശ്നത്തിയിരിക്കുക. നിങ്ങൾ ആ വ്യക്തിയോട് എന്തായിരിക്കും പറയുന്നത്? പ്രാർത്ഥിക്കാന്നോ? കർത്താവിന്റെ വഴിക്ക് വരാൻ വേണ്ടി പ്രാർത്ഥനകൾ പറഞ്ഞു കൊടുക്കും. നിങ്ങൾ അവരോട് വചനങ്ങൾ പറയും, നിങ്ങൾ അവരെ ബലപ്പെടുത്തും, നിങ്ങൾ അവരെ ഉറപ്പിക്കും. നിങ്ങൾ അവരോട് പറയും, ഒന്നും പേടിക്കേണ്ട, യേശു അത്ഭുതം ചെയ്യും, യേശു നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കും, അവരെ വചനം പറഞ്ഞ് ബലപ്പെടുത്തും, അവർക്ക് വേണ്ടി പിന്നെയും പ്രാർത്ഥിക്കും. അപ്പോഴേക്കും അവർക്ക് മാനസികമായിട്ടൊരു ബലവും ധൈര്യവും ഉണ്ടാവും. അവർ നിങ്ങളെപ്പോലെ തന്നെ വചനത്തിൽ വിശ്വസിക്കും, അവർക്കൊരു പ്രവൃത്തി ഉണ്ടാവും. പക്ഷെ അതേ ഒരു വിഷയം, അവർക്കുണ്ടായ അതേ ഒരു വിഷയം നിങ്ങൾക്ക് വരുന്നു. നിങ്ങളെ ഇതുപോലെ ബലപ്പെടുത്താൻ ആരുമില്ല. ശ്രദ്ധിച്ചോണേ, അതേ വിഷയം നിങ്ങൾക്ക് വരുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് അറിയാവോ? എന്താ സംഭവിക്കുന്നത്? അതേ വിഷയം നിങ്ങൾക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങളെ ബലപ്പെടുത്താൻ ആരുമില്ല കേട്ടോ. എന്ത് സംഭവിക്കും? മറ്റൊരാളുടെ കാര്യത്തിൽ നമ്മൾ പ്രവർത്തിച്ച അതേ വിശ്വാസം നമ്മുടെ കാര്യത്തിൽ നമുക്ക് വരുന്നില്ല. അതേ വിശ്വാസം നമ്മുടെ കാര്യത്തിൽ വരുന്നില്ല. അതായത് ആ വ്യക്തി കടന്നുപോയൊരു മാനസിക നിലയുണ്ട്. അയാൾക്കൊരു പ്രശ്നം, രോഗമോ പ്രശ്നമോ കടഭാരമോ ഞെരുക്കമോ കുടുംബ തകർച്ചയോ സമാധാനക്കേടോ എന്തു ആയിക്കോട്ടെ, മാനസികമായിട്ട് എന്തൊരു ബുദ്ധിമുട്ടാണ്, കുടുംബജീവിതത്തിലായിക്കോട്ടെ, അയാൾ കടന്നു പോകുന്ന ഒരു മാനസികാവസ്ഥയെ തളർന്നിരിക്കുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തോട് എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തെ ബലപ്പെടുത്തുന്നു, ശക്തീകരിക്കുന്നു. അതേ വിഷയം നിങ്ങൾക്ക് വരുമ്പോൾ
എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അയാളോട് പറഞ്ഞു കൊടുത്തതുപോലെ ആ വാക്ക് മതി അയാളെ രക്ഷപ്പെടാൻ. അയാൾക്ക് വിശ്വാസം വന്നല്ലോ. അയാൾ പറയുകയാണ്, സഹോദരി, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു, പക്ഷേ സഹോദരി വന്ന് എന്നോട് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ സഹോദരൻ വന്നോട് പറഞ്ഞപ്പോൾ എനിക്കിപ്പോൾ ഭയങ്കര ബലമാണ്, ഭയങ്കര ഒരു ധൈര്യമാണ്, ഇപ്പോൾ എനിക്ക് ഉറപ്പുണ്ടായി, കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് അവർ ബലപ്പെട്ടു, അവർ അത്ഭുതം ചെയ്തു. പക്ഷേ നിങ്ങൾ ആ മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുമ്പം നിങ്ങൾക്ക് എന്ത് പറ്റുന്നില്ല? ഇങ്ങനൊരു വാക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കേൾക്കുവാൻ കഴിയുന്നില്ല. അവിടെ എന്താ സംഭവിക്കുന്നറിയാവോ? ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, നിങ്ങളുടെ അകത്തിരിക്കുന്ന അളവറ്റ ശക്തി. നമുക്കൊരു യേശുവിനെ കർത്താവായി സ്വീകരിച്ച വ്യക്തിക്കകത്ത് 9 കൃപാവരമുണ്ട്. ഓർത്തോണം, എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പമുണ്ട്. അത് മാത്രമല്ല, ലൂക്കോസ് 10:19 പറഞ്ഞ പോലെ പാമ്പുകളെയും തേരുകളെയും ശത്രുവിൻ്റെ ഓവർ ദ പവർ ഓഫ് ദ എനിമി, പിശാചുക്കളുടെ മുഴുവൻ മേൽ ഐ ഹാവ് ദ അതോറിറ്റി ഉണ്ട്, എനിക്ക് സകലത്തിൻ്റെ മീതെയും അധികാരമുണ്ട്. ഇതെല്ലാം നമ്മുടെ അകത്തിരിക്കുമ്പം ഇത് പുറത്തേക്ക് ഒഴുകണമെങ്കിൽ എന്ത് വേണമെന്നറിയാവോ? നമ്മുടെ മനസ്സും ചിന്തയും നാവും ഒരേപോലെ ആയിരിക്കണം. ഇവിടെയാണ് സംഭവിക്കുന്നത്. ഇനി ഞാൻ പെട്ടെന്ന് ഒരു വാക്യത്തിൽ നിങ്ങളെ കൊണ്ടുപോകാം. ഇവിടുന്ന് മാറിയിട്ടില്ല ഞാൻ. സദൃശവാക്യം, ഈ നമ്മൾ എടുത്തിട്ടുള്ള വാക്യമാണ്. സദൃശവാക്യത്തിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ വരുന്നു, വായുടെ ഫലത്താൽ മനുഷ്യൻ്റെ ഉദരം നിറയുന്നു, അധരങ്ങളുടെ വിളവ് കൊണ്ട് അവന് തൃപ്തി വരും, മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു, അതിഷ്ടപ്പെടുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും. ശ്രദ്ധിച്ചോണം, നാവിനൊരു അധികാരമുണ്ടെന്ന് ബൈബിൾ പറയുന്നു. നാവിന് എങ്ങനെയാണ് അധികാരം വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയായിരിക്കും നാവിന് മാത്രം ഈ അധികാരം ലഭിച്ചത്? വേറെ കൈക്ക് അധികാരം പറയുന്നില്ല, കാലിൻ്റെ കാര്യം പറയുന്നില്ല, നാവിൻ്റെ കാര്യം മാത്രം എടുത്ത് പറയാൻ എന്നായിരിക്കും കാരണം? നാവിലൂടെയാണ് വാക്കുകൾ പുറത്തു വരുന്നത്. ജീവനും മരണവും. അപ്പം നിങ്ങൾക്ക് ബൈബിൾ കേട്ടതിൻ്റെ ഗുണമുണ്ടായി. നാവിലൂടെയാണ് നാം വചനം പറയുന്നത്. കൈയിലൂടെയല്ല, കാലിലൂടെയല്ല, മൂക്കിലൂടെയല്ല, കണ്ണുകൊണ്ടല്ല, ചെവി കൊണ്ടല്ല, നമ്മുടെ നാവ് കൊണ്ടാണ് വചനം പുറത്തേക്ക് ഒഴുകുന്നത്. ഇതുകൊണ്ട് നാവിനൊരു അധികാരമുണ്ട്. അതായത് നിങ്ങളൊരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ചെല്ലുമ്പം അവിടെ കൈവെക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ഒരു കാര്യം പറയും, യേശുവിൻ്റെ നാമത്തിൽ. അത് കൈക്ക് പറ്റത്തില്ല, മൂക്കിന് പറ്റത്തില്ല, കണ്ണിന് പറ്റത്തില്ല, കാതിന് പറ്റത്തില്ല, വിരലുകൾക്ക് പറ്റത്തില്ല. പക്ഷേ പറ്റുന്ന ഒറ്റ അവയവം നാവിനാണ്. നിങ്ങൾ എന്തിനാണ് അവിടെ വന്നത്? ഇപ്പോൾ രോഗികളൊക്കെ പോയിട്ട് നിങ്ങൾ ചുമ്മാ കൈ വെക്കുക, അയാൾക്കൊന്നും മനസ്സിലായി എന്താ എൻ്റെ കൈ വെക്കുന്നത്? ഞാൻ പ്രാർത്ഥിക്കുവാന്ന് പറയണമെങ്കിൽ നാവ് ചലിപ്പിക്കണം. ആരാണ് നീ? ഞാൻ യേശുവിൻ്റെ കൂട്ടുകാരൻ, അല്ലെങ്കിൽ യേശുവിൻ്റെ വിശ്വസിക്കുന്ന ആളെന്ന് പറയണമെങ്കിൽ നാവ് വേണം. ഇനി എന്താണ് യേശുവെന്ന് പറയണമെങ്കിൽ, വചനം പറയണമെങ്കിൽ നാവ് വേണം. അപ്പം നാവിനൊരു അധികാരം കൊടുത്തതിൻ്റെ കാരണം നാവിലൂടെയാണ് വാക്കുകൾ, വചനങ്ങൾ പുറത്തേക്ക് ഒഴുകുന്നത്. ഇനി മറ്റൊരു സങ്കീർത്തന ഭാഗത്തിലേക്ക് നമുക്കൊന്ന് പോകാം. 31-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പം. ശ്രദ്ധിച്ചു നോക്കിയേ, നാവ് കൊണ്ട് പാപം. ഇവിടെ ശ്രദ്ധിച്ചു നോക്കി, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുന്നു. അപ്പോൾ ശ്രദ്ധിച്ചു നോക്കി, ഒരു വ്യക്തിയുടെ വഴി സൂക്ഷിക്കുവാൻ, അനുഗ്രഹമാക്കി തീർക്കുവാൻ നാവിന് കഴിയും. ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ വായെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുകയാണ്, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുന്നു. ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ വായ്ക്ക് കടിഞ്ഞാണിടുന്നു. അപ്പം നമ്മളിതൊക്കെ വായിക്കുമ്പോൾ നമ്മളോർക്കുന്നത് എന്തുവാ ഈ പറയുന്നത്? യഥാർത്ഥത്തിൽ ദുഷ്ടൻ്റെ ആഗ്രഹം നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ ഒരിക്കലും യേശു ക്രിസ്തുവിൻ്റെ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, തകർന്നിരിക്കുന്ന ഒരു ഭവനത്തിലേക്ക് നിങ്ങളെ വിട്ടാൽ നിങ്ങൾ ആ വീട്ടിൽ പോയിട്ട് എന്നാ പറയും? അവിടെ പോയിരുന്ന് കരയുവോ? ഇല്ല. സഹോദരി, യേശു അത്ഭുതം ചെയ്യും. ആ ഒറ്റ വാക്ക് മതി അവിടെ അത്ഭുതം നടക്കാൻ. കാര്യം നിങ്ങളുടെ നാവിലൂടെ ആ വചനം പുറത്തേക്ക് ഒഴുകുക. പിശാചിൻ്റെ സകല ബന്ധനങ്ങളും പൊട്ടിപ്പോകാൻ ഒറ്റ വാക്ക് മതി. അറിയാവോ സഹോദരി? ബൈബിളിൽ പറയുന്നുണ്ടല്ലോ, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം സകലതും മാറുമെന്നേ. അടുത്ത വചനം വന്നുണ്ടോ? ഇത് നിങ്ങൾ നാവ് കൊണ്ട് അങ്ങോട്ട് റിലീസ് ചെയ്യുമ്പോൾ തകർന്നിരിക്കുന്ന സഹോദരി എന്ത് ചെയ്യുന്നറിയോ? അതേ കയറി അങ്ങ് പിടിക്കും. അവർ ഹൃദയത്തിൻ്റെ വിഷമത്തിൽ, ദുഃഖത്തിൽ, ഭാരത്തിലേക്ക് ഈ വചനം അങ്ങോട്ട് ചെല്ലും. അവിടെ ആ സഹോദരിയുടെ അകത്തൊരു വിശ്വാസം ഉണ്ടായി വരികയും അവരുടെ സങ്കടങ്ങളെ ആ വിശ്വാസം ഇടിച്ചൊതുക്കിയിട്ട് അവരുടെ അകത്തേക്ക് ഒരു അത്ഭുതം ഉണ്ടാകും. പക്ഷെ ഇതേ പ്രശ്നം എനിക്ക് വരുമ്പോൾ ദുഷ്ടൻ എൻ്റെ നാവിനെ എന്ത് ചെയ്യാൻ നോക്കും? ട്രാപ്പ് ചെയ്യാൻ നോക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഏറ്റവും കൂടുതൽ പഴിക്കുന്നത് നമ്മളെയല്ലേ? കർത്താവേ, ഞാൻ ഇത്രയും ചെയ്തിട്ടും ഞാൻ രക്ഷപ്പെടുന്നില്ലല്ലോ. ഒരു വാക്ക് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, എനിക്ക് മാത്രമാണല്ലോ ഈ ഒരു അവസ്ഥ. പറഞ്ഞില്ലേ?
എൻ്റെ കുഞ്ഞുങ്ങളാണെങ്കിൽ അവരാണ് രക്ഷപ്പെടുന്നില്ല. കണ്ടോ, അടുത്ത വാക്ക് പറഞ്ഞില്ലേ? അപ്പോൾ ബ്രദറെ, ഞാനിതൊക്കെ പറഞ്ഞുകൊണ്ട് എന്നാ കുഴപ്പം? നിങ്ങൾ മറ്റുള്ളവർക്കോട് പറയുമ്പം അത്ഭുതം നിങ്ങളുടെ നാവിലൂടെ നടക്കുന്നുണ്ടെങ്കിൽ ആ നാവ് കൊണ്ട് എനിക്ക് മാത്രം ഒന്നും ശരിയാകുന്നില്ല എന്ന് പറഞ്ഞാൽ, ബൈബിളൊരു വാക്യമുണ്ട്, ജീവനും മരണവും നിങ്ങളുടെ നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. നിങ്ങളത് പറയുമ്പം അവിടെ എന്താ സംഭവിക്കുന്നത് അറിയാവോ? നിങ്ങളുടെ അകത്തൊരു അധികാരമുണ്ട്, അത് പുറത്തേക്ക് വരും. ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത. വിശ്വാസ ജീവിതത്തിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഒരായുധമാണ് നാക്ക്. നിങ്ങളിപ്പോൾ ഏത് പ്രതിസന്ധിയിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, എൻ്റെ യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒറ്റ വാക്ക് മതി, മല പോലെ വന്ന വിഷയങ്ങൾ പോലും തകർന്ന് തരിപ്പടവാ. യേശു പറഞ്ഞൊരു വാക്കുണ്ടെന്നറിയോ? നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? JCB കൊണ്ട് ഇടിച്ചാലാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ ഒരു വാക്ക് മാത്രമേ നീങ്ങിപ്പോകുവാൻ പറഞ്ഞാൽ, ശ്രദ്ധിച്ച്, അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. എൻ്റെ മല പോലെയുള്ള വിഷയങ്ങൾ പോലും ഉരുണ്ട് മറിഞ്ഞ് കടലിൽ പോകുന്നതിൻ്റെ അർത്ഥം നാവ് കൊണ്ട് പറഞ്ഞാൽ. ഈ നാവ് തന്നെയാണ് ദുഷ്ടൻ നമ്മളെ എന്ത് ചെയ്യാൻ നോക്കുന്നത്, മിസ്യൂസ് ചെയ്ത്. നിങ്ങൾ കുടുംബത്തെ നോക്കിയിട്ട് പറയും, എൻ്റെ വീടാണ് അങ്ങോട്ട് ശരിയാകുന്നില്ല, ഇങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ, അവിടെ നിങ്ങളിലിരിക്കുന്ന 9 കൃപാവരങ്ങളും നിങ്ങളുടെ അകത്തിരിക്കുന്ന ദൈവശക്തിയും എന്ത് സംഭവിക്കുന്ന ഒരു തെറ്റായ രീതിയിലേക്ക് അത് മിസ്യൂസ് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് പല വിശ്വാസികളും വിശ്വാസത്തിൽ വന്നിട്ടും അവർക്ക് കയറി വരാൻ കഴിയാത്തത്. ഞാൻ 2 കാരണങ്ങൾ കൊണ്ട് പറഞ്ഞു. ഒന്ന്, ദൈവത്താൽ സമയത്ത് ദൈവം അടച്ചു വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളുമുണ്ട്, അല്ലാതെ നമ്മൾ നാവ് കൊണ്ട് അടയ്ക്കുന്ന അനുഗ്രഹങ്ങളുമുണ്ട്. ഇനി 9 കൃപാവരങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഓരോ കൃപാവരം നമ്മൾ സെപ്പറേറ്റ് ഇത് ദിവസങ്ങളിൽ പഠിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, കൊടുക്കൽ വാങ്ങലുകൾ. നിങ്ങൾ ഒരാളിൽ നിന്ന് പണം മേടിക്കുന്നതും കൊടുക്കുന്നതും വളരെ കടഭാരങ്ങളിൽ പലരും കുടുങ്ങിപ്പോകുന്നതിൻ്റെ പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ദൈവഹിതമല്ലാത്ത കൊടുക്കൽ വാങ്ങലുകൾ. പല ബിസിനസ്സുകളിൽ പോയി ആൾക്കാർ ചാടുന്നുണ്ട്. വിശ്വാസം പറഞ്ഞ് ബിസിനസ്സിൽ ചാടും. പക്ഷേ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ഒരുക്കി വെച്ചതാണോ എന്ന് പോലും നമുക്കറിയത്തില്ല. ബിസിനസ് കൈവെക്കും, നാശം ഉണ്ടാവും, അവസാനം കർത്താവിനെ കുരുമ്പണ്ട് കാര്യമില്ല. ദൈവം കൊട്ടയും മാവയ്ക്കും തൊട്ടിയും അനുഗ്രഹിക്കപ്പെടുമെന്ന് ബ്രദർ പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലേ? പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ഞങ്ങൾ അതുകൊണ്ടല്ലേ ബിസിനസ് ചെയ്തത്. പക്ഷെ ഒരു ചോദ്യം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് കർത്താവ് നിങ്ങളോട് ആ ബിസിനസ് ചെയ്യാനൊരു പോസിറ്റീവ് കാണിച്ചിട്ടാണോ നിങ്ങൾ ബിസിനസ് ചെയ്തത്? ചിലപ്പോൾ നിങ്ങളെപ്പറ്റിയുള്ള ദൈവത്തിൻ്റെ പ്ലാൻ അതല്ലെങ്കിലോ എന്തു ചെയ്യും? അതാണെങ്കിൽ എന്താ ഗുണം? ഒന്നും പേടിക്കണ്ട, മുന്നോട്ട് പോവുക. ദൈവം വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. അപ്പോൾ കടഭാരങ്ങൾ, പല പ്രശ്നങ്ങൾ, ഞാൻ വീണ്ടും പറഞ്ഞതൊക്കെ നമുക്ക് ഇതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വരങ്ങൾ നാം ഉപയോഗിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇന്ന് തന്നെ വൈകുന്നേരം തൃശ്ശൂർ ചാലക്കുടിയിൽ നിന്ന് വിളിച്ച സഹോദരി ഇന്ന് പ്രാർത്ഥനയിൽ കയറിയിട്ടുണ്ടോ? ഞാൻ ലിങ്ക് അയച്ചത്. ഇന്ന് കയറിയിട്ടുണ്ടോ സഹോദരി? ഇന്ന് തന്നെ വൈകുന്നേരം വിളിച്ച, ഞാനിന്ന് പ്രാർത്ഥന സമയം എല്ലാവരുടെയും പ്രയർ റിക്വസ്റ്റ് നോക്കുന്ന സമയത്താണ് ആ സഹോദരി കറക്റ്റ് വിളിച്ചത്. ആ ചാലക്കുടിയിൽ നിന്ന് കയറിയ സഹോദരി ഇന്ന് എന്നെ വിളിച്ചു, ആദ്യമായിട്ട് എന്നെ വിളിച്ച സഹോദരി. കേൾക്കുന്നുണ്ട് എന്നെ? അത് യൂട്യൂബിലാണ് എന്നെ കേൾക്കുന്നത്. കയറിയിട്ടുണ്ടോ ഇന്ന് പ്രാർത്ഥനയ്ക്ക്? ഞാൻ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ചാലക്കുടിയിൽ നിന്ന് വിളിച്ച തൃശ്ശൂരുകാരിയായ സഹോദരിയുടെ പേര് ഞാൻ വിട്ടുപോയി. ഓക്കെ, ഇനി യൂട്യൂബിൽ കേൾക്കുന്നെങ്കിൽ സഹോദരി ഒരു വോയിസ് എനിക്ക് വിട്ടേക്കണം. നാളെ അത് കേൾപ്പിക്കാൻ വേണ്ടിയാണ്. ഞാൻ തന്നെ ആണെന്നൊന്ന് പറഞ്ഞാൽ മതി. ഇന്നലെ നമ്മൾ സംസാരിച്ച ആൾ. അപ്പോൾ ആ സഹോദരി തന്നെ വിളിക്കാൻ ഇടയാത്ത് വരുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ പ്രയർ റിക്വസ്റ്റ് ഇങ്ങനെ വൈകിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ നമ്മുടെ എണീറ്റത്. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ കുറേ പ്രയർ റിക്വസ്റ്റുകൾ വന്നുകൊണ്ട് അവർക്കെല്ലാം മറുപടി ആ സമയത്ത് വന്നതെല്ലാം ഇങ്ങനെ ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ മാറ്റി വെച്ചതൊക്കെ റിപ്ലൈ കൊടുത്തൊരു സമയത്ത് പെട്ടെന്നൊരു കോൾ വന്നു. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ അത് എടുക്കാൻ ഇടയായി തീർന്നു. ആ സമയത്ത് ആ സഹോദരി എനിക്ക് വന്ന് ആ സമയത്ത് തന്നെ വിളിച്ചത്. അപ്പോൾ ആ സഹോദരി പറഞ്ഞു, മോൻ്റെ ഒരു വിഷയമാണ്, മോൻ എന്തോ ഈ വിദേശത്തെങ്ങാണ്ട് പോയി, ഹസ്ബൻഡ് മദ്യപാന നിമിത്തം എന്തോ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കരളും പോയി, അങ്ങനെ മരണപ്പെട്ടു. അപ്പം അങ്ങനെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലിരിക്കുന്ന സമയത്താണ് വിളിച്ചത്. മകൻ്റെ വിവരമൊന്നുമില്ല എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. അപ്പോൾ അങ്ങനെ വിളിച്ച സമയത്ത് ഇനി ഈ സഹോദരിക്ക് ഇപ്പോൾ ഉണ്ടെങ്കിൽ ആ സഹോദരി ഉണ്ട്. ഇപ്പോൾ ഞാൻ അത്രയും പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ, ഉണ്ടെങ്കിൽ ഒന്ന് പ്രതികരിച്ചേക്കണേ. അപ്പോൾ എന്നെ വിളിച്ചു, ബ്രദറെ മകനെപ്പറ്റി ഒരു വിവരവും ഇല്ല, ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കണം, ഹസ്ബൻഡാണ് ഇങ്ങനെയാണ്, കുടുംബത്തിൽ കുറച്ച് വിഷയങ്ങൾ, എനിക്ക് പ്രാർത്ഥനയ്ക്ക് വേണമെന്നൊക്കെ ആഗ്രഹമുണ്ടെന്നൊക്കെ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു നമുക്ക് പ്രാർത്ഥന എന്നൊക്കെ ഞാൻ പറഞ്ഞു, പ്രാർത്ഥന നടക്കുന്നുണ്ട്, അതിൽ പങ്കുചേർന്നൊക്കെ പറഞ്ഞു. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് ആ മകൻ എവിടെയാണെന്ന് ഇപ്പോൾ അറിയത്തില്ല, മകൻ്റെ വിവരങ്ങളൊന്നും അങ്ങനെ എന്തോ വാക്കാണ് പറഞ്ഞത്.
നമുക്കൊന്നാമത് ഈ വാട്സാപ്പ് കോൾ ആയതുകൊണ്ട് ക്ലിയറും അല്ലല്ലോ, റേഞ്ചിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ അകത്തിരുന്ന പ്രവചന വരത്തിൻ്റെ കൃപാവരം, 2 വരങ്ങളാണ് ഓപ്പൺ ആയത്. വേർഡ് ഓഫ് വിസ്ഡം, സ്പിരിറ്റ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇനി വരുന്ന എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുക, ഒത്തിരി കോളുകൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുക. അപ്പോൾ സ്പിരിറ്റ് ഓഫ് വേർഡ് ഓഫ് വിസ്ഡം അവിടെ ആക്റ്റീവായി, വേർഡ് ഓഫ് വിസ്ഡം ആക്റ്റീവായി, സ്പിരിറ്റ് ഓഫ് പ്രൊഫസി ആക്റ്റീവായി. അവിടെ 2 കാരണം. അപ്പോൾ ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ കർത്താവ് പറഞ്ഞു, ജിൻഡോയിനെ ഞാൻ തൊട്ടിരിക്കുന്നു, അവനൊരു മാറ്റത്തെ ഞാൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഉടനെ ഞാൻ ചോദിച്ചു, അപ്പം ഞാൻ എന്തുകൊണ്ട് ഈ ആൾക്കാർ ചോദിക്കുന്നത് വെച്ചാൽ നമ്മൾ തമ്മിൽ മുൻപരിചയങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചു, സഹോദരി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് എന്നോട് പറയുന്നു ജിൻഡോയിനെ ദൈവം തൊടുന്നു. അപ്പോൾ ആരാ ജിൻഡോ എന്ന് ചോദിച്ചപ്പോൾ ഈ സഹോദരി പറഞ്ഞു, എൻ്റെ മകനാ, ഞാൻ അവൻ്റെ കാര്യമാണ് ബ്രദറിനോട് പറഞ്ഞത്, ജിൻഡോയുടെ വിഷയമാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ടെൻഷൻ ആകണ്ട. അപ്പോൾ എന്നോട് മോൻ്റെ പേര് പറഞ്ഞിട്ടില്ലായിരുന്നു, മോൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങിയത് സങ്കടപ്പെട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ടെൻഷനുണ്ടോ? കാര്യം അവന് ഒരു വിവരമില്ല, കുറച്ച് ദിവസമായിട്ട് അവനെ രാജ്യത്ത് പോയിട്ട് അങ്ങനെ എന്തോ ഞാൻ കേട്ടത്, ഒരു വിവരം ഇപ്പോൾ ഇല്ല, അവനെപ്പറ്റി ഒരു വിവരമില്ല, എന്തൊക്കെയോ വിഷയങ്ങളാണ്. അപ്പോൾ ഒരു ടെൻഷൻ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. അപ്പം ദൈവാത്മാവ് സംസാരിച്ച് അവനെ ഞാൻ തൊടുക, അതിൻ്റെ അർത്ഥം അവൻ എന്തുകൊണ്ട് ഒരു കുഴപ്പമില്ല, ജീവനോടെ ഉണ്ട്, സന്തോഷമായി. അപ്പോൾ എന്ത് സംഭവിച്ചു? ആ സഹോദരി പ്രാർത്ഥിക്കാൻ വിളിച്ചതാണ്, ആകുലപ്പെട്ട് മോൻ എവിടെയാണെന്ന് പോലെ അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു എന്നുള്ള ആകുലപ്പെട്ടാണ് വിളിച്ചത്. പക്ഷേ ആ ഒരു ഗിഫ്റ്റ് ഓഫ് പ്രൊഫസി കൊണ്ട് ഉപയോഗപ്പെട്ടത് ഇനി ഭാരമില്ല. കാര്യം എന്തോ, മകൻ ജീവനോടെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവന് കുഴപ്പമില്ല. കാര്യം എന്തുവാ പറയാൻ കാര്യം എന്തുവാ? ചാലക്കുടിയിൽ നിന്ന് ആ സഹോദരി ആദ്യമായിട്ടാണ് യൂട്യൂബിൽ യാദൃശികമായിട്ട് കണ്ടിട്ട് വിളിക്കുന്നത്. ഞാൻ എവിടെയാണെന്ന് പോലും അറിയത്തില്ല, ഏത് രാജ്യത്താണെന്ന് പോലും അറിയത്തില്ല, നമ്മളെ മുഖം പോലും കണ്ടിട്ടില്ല. അപ്പം ഇങ്ങനെ ഒരു വ്യക്തി ഓപ്പോസിറ്റ് നിന്നുകൊണ്ട് സ്വന്തം മകൻ്റെ പേര് പറയുമ്പം അവർക്ക് വിശ്വാസമാണ്. അപ്പോൾ ഒരു വിശ്വാസം വന്നുകൊണ്ടോ ഇല്ല എൻ്റെ മോന് കുഴപ്പമില്ല. രണ്ടാമത് ദൈവാത്മാവ് വേർഡ് ഓഫ് വിസ്ഡം യൂസ് ചെയ്യാണ്. കർത്താവ് പറയുന്നു ആൻ്റണിയുടെ ഭവനത്തെ ദൈവം സ്പർശിക്കുന്നു. അപ്പം ഞാൻ വീണ്ടും ചോദിച്ചു ആരാ സഹോദരി? ഞാൻ പറഞ്ഞല്ലോ ഞാനും ഇതിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ആളാണ്, കൃപാവരങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. മുന്നോട്ട് നമ്മൾ ഓരോ ദിവസം കഴിയുമ്പോൾ വളർന്നുകൊണ്ടേ ഇരിക്കും, ആ വളർച്ച വളർന്നുകൊണ്ടേ ഇരിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ എന്ത് ചെയ്തു? ഞാൻ ചോദിച്ചു, അപ്പോൾ എനിക്ക് ആൻ്റണിയെ ദൈവം തുടർന്നപ്പം ഞാൻ ചോദിച്ചു ആരാ സഹോദരി ആൻ്റണി എന്ന് ചോദിച്ചു. അതെൻ്റെ ഹസ്ബൻഡാണ്, മരിച്ചുപോയ ഹസ്ബൻഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ആൻ്റണിയുടെ ഭവനത്തെ ദൈവം തൊടുവാന്നാണ് പറഞ്ഞത്. ആൻ്റണിയുടെ ഭവനത്തിൽ നിന്നോടെ വിളിക്കുന്നത്, ദൈവം തൊടാൻ പോവാണ്, അതിൻ്റെ അവസ്ഥകളെ മാറ്റാൻ പോവാന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡാണ്, ഹസ്ബൻഡ് മരിച്ചു പോയെന്ന് പറഞ്ഞു. കണ്ടോ, ആ വെളിപ്പെട്ടത് പ്രൊഫസി അല്ല, അത് വേർഡ് ഓഫ് വിസ്ഡം. അതായത് മരിച്ചുപോയ വ്യക്തിയുടെ കാര്യങ്ങളെ വെളിപ്പെടുത്തി ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നു. അത് നമ്മൾ പോലും അറിയാതെ ഒരേ സമയത്ത് മരണപ്പെട്ട വ്യക്തിയുടെ, അതായത് നടന്നൊരു കാര്യത്തെ വേർഡ് ഓഫ് വിസ്ഡത്തിലൂടെ ആ വ്യക്തിയുടെ പേരുകൾ വെളിപ്പെടുകയും ഒരേ നിമിഷം തന്നെ വേർഡ് ഓഫ് സ്പിരിറ്റ് ഓഫ് പ്രൊഫസി കൊണ്ട്, പ്രവചനം കൊണ്ട് ഭാവിയിൽ, അതായത് ആ വീടിൻ്റെ അവസ്ഥ ദൈവം മാറ്റാൻ വേണ്ടി പോകുന്ന കർത്താവ് പറഞ്ഞു അവരെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി പോവാണ്. പുതിയൊരു ഭവനത്തിലേക്ക് ദൈവം അവരെ മാറ്റും. ആ ദേശത്തൊരു നിന്നയൊക്കെ മാറ്റി ദൈവം അനുഗ്രഹമാക്കും. അപ്പോൾ അത് പ്രവചനമാണ്, വരാൻ പോകുന്ന ഭാവിയാണ്. ആമേൻ. അപ്പോൾ ഒരേ സമയത്ത് 2 കൃപാവരങ്ങളാണ് അവിടെ ഉപയോഗിക്കപ്പെട്ടത്. ഇതെന്തിനാണ് ഞാനീ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ കടഭാരം കൊണ്ട് ഒരു തകർച്ച കൊണ്ടൊക്കെ വന്നവരല്ലേ, നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് ഇനി അബദ്ധങ്ങൾ പറ്റി തകർച്ചകൾ പറ്റിയവരോട് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഈ കൃപാവരങ്ങളിലൂടെ രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ നമ്മൾ പലപ്പോഴും കേൾക്കുമ്പം ഞാൻ കണ്ടിരിക്കുന്നത് ഈ കൃപാവരം ഉപയോഗിക്കപ്പെടുന്ന ആൾക്കാരെല്ലാം പുറകെ പാവം ജനങ്ങൾ, വിശ്വാസികൾ ഇങ്ങനെ എനിക്ക് സങ്കടം എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുക. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, തിരക്കാണ്. ഇപ്പം ഞാനിപ്പോൾ വന്നാൽ തന്നെ ഞാനിപ്പോൾ ഒരാഴ്ചയ്ക്ക് വേണ്ടിയാണ് ദൈവകൃപയാൽ, ഞാൻ അതും കൂടെ ഒന്ന് പറഞ്ഞേക്കാം, ഒരാഴ്ചയ്ക്ക് വേണ്ടിയാണ് ഇപ്പം ഞാൻ ഈ രാജ്യത്ത് നിന്ന്, ഞാനിപ്പോൾ ആയിരിക്കുന്ന രാജ്യം നിങ്ങൾക്കറിയാം, ഈ രാജ്യത്ത് നിന്ന് ഇപ്പം ദൈവം എന്നെ ഇവിടെ ആക്കി വെച്ചു. ഇപ്പം എനിക്ക് ഇന്ത്യയിൽ നിൽക്കാൻ മേലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റും. ദൈവം എന്നോട് ഈ രാജ്യത്തോട്ട് വരാൻ പറഞ്ഞു, അങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ രാജ്യത്ത്. നാളെ ദൈവം പറയുവാണ് വേറെ രാജ്യത്തോട്ട് പൊക്കോളാൻ പറഞ്ഞു, ഞാൻ പോവും, എനിക്ക് മടി. കാര്യം അതാണ് ഏറ്റവും ദൈവസന്നിധിയിലാണ് ടെൻഷൻ ഫ്രീ ആണല്ലോ നമ്മൾ. അപ്പോൾ എന്ത് ചെയ്തു? അപ്പം ഞാൻ ഒരാഴ്ചത്തേക്കാണ് വരുന്നത്. അപ്പോൾ 7 ദിവസത്തിൻ്റെ അകത്ത് 2 ദിവസം യാത്ര പോകും. പിന്നെ 5 ദിവസത്തിൻ്റെ അകത്ത് നടക്കുന്ന പ്രയറുകളാണ് നമ്മുടെ ഈ പ്രാർത്ഥനകൾ. 3 പ്രയറുകളും 5-6 ദിവസത്തിൻ്റെ ഗ്യാപ്പിൽ, എനിക്ക് 7-8 ദിവസത്തേക്കാണ് വരുന്നത്. ഈ നടക്കുന്നത് 5-6 ദിവസമുണ്ട്. അപ്പം ഈ സ്ഥലങ്ങളിലെല്ലാം ഓടിയെത്തണം. കോട്ടയത്ത് നിന്ന് വരണം, എറണാകുളത്ത് നിന്ന് വരണം, കൊല്ലത്തേക്ക് ഓടിയെത്തണം. ഇതെല്ലാം ഒരേ സമയം കൊണ്ട് ഇത്ര ദിവസത്തിനുള്ളിൽ ഓടിയെത്തണം. അപ്പം ഞാൻ ആലോചിച്ച കർത്താവ്, ഈ രാജ്യത്ത് നിന്ന് അങ്ങ് വരെ വരണമെങ്കിൽ നിങ്ങൾക്കറിയാം ഫ്ലൈറ്റേ വരണം, ഫ്ലൈറ്റിന് ചാർജുണ്ട്. ഇപ്പോൾ എന്തിനാണ് ഇത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാനൊരു സഹോദരോട് സംസാരിച്ച് പറഞ്ഞു, ബ്രദറെ ഇപ്പം മിഡിൽ ഈസ്റ്റ് നമ്മുടെ പ്രാർത്ഥന ഒക്കെ ഞാൻ ഈ ലോകം മുഴുവൻ വരുന്നു പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് ബ്രദർ ഭയങ്കര ഞാൻ പറഞ്ഞില്ല എൻ്റെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ അക്കൗണ്ടാണ്, എൻ്റെ കൂടെ പറഞ്ഞിട്ട് എൻ്റെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ അക്കൗണ്ടാന്ന് പറയാം.
എന്റെ അക്കൗണ്ട് എന്ന് എന്റെ അക്കൗണ്ട് യേശുവിന്റെ അക്കൗണ്ടാണ്. എന്റെ അക്കൗണ്ട് യേശുവിന്റെ അക്കൗണ്ട്. ആമേൻ. ഇതെന്താ ഞാൻ പറയിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ദിവസങ്ങളിൽ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിൻ്റെ ഒരു പ്രത്യേക കൂട്ടായ്മ നമ്മൾ വെക്കുന്നുണ്ട്. പ്രത്യേക ഒരു പ്രാർത്ഥനയും വചന പഠനവും നടക്കുന്നുണ്ട്. വലിയ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ നിങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടി പോവുക. സാമ്പത്തികമായുള്ള ഞെരുക്കം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളൊക്കെ ഒരു അനുഗ്രഹം പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് നമ്മൾ വെക്കുന്നുണ്ട്, ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിൻ്റെ. അപ്പോൾ കഴിഞ്ഞ ദിവസം സഹോദരി സംസാരിച്ചപ്പോൾ സഹോദരി പറഞ്ഞു നമ്മൾ മിഡിൽ ഈസ്റ്റിൽ കുവൈറ്റിലും ദുബായിലും ഒക്കെ നമ്മുടെ പ്രാർത്ഥന വെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ സഹോദരി ബ്രദറെ എനിക്ക് വരണമെന്നുണ്ട്. 2 സഹോദരിമാർ പറഞ്ഞു, പക്ഷേ ഞങ്ങൾ വേറെ സ്ഥലത്താണ് ബ്രദറെ, ഞങ്ങൾ അബുദാബിയിലും സൗദിയിലും അവിടെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഫ്ലൈറ്റ് വരണം. ബ്രദർ അതിനുള്ള ചാർജ് ഉണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നു, നമ്മൾ സിനിമ കാണാൻ വേണ്ടി പോകാനല്ലല്ലോ, നമ്മൾ എന്താ പറയുന്നത്, വേറെ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് പോകാൻ വേണ്ടിയല്ല, നമ്മൾ പ്രാർത്ഥനയ്ക്ക് വരാൻ വേണ്ടിയല്ല. അത് ഫ്ലൈറ്റിലാണെങ്കിൽ ദൈവം നന്മ തുറക്കും. ഞാൻ അതുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് വരുമ്പം ഞാൻ ആഗ്രഹിക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ പെട്ടെന്നൊരു വരവ് സാധാരണഗതിയിൽ നടക്കത്തില്ല. ഞാനിപ്പം ഇന്ത്യയെ വന്നിട്ട് തിരിച്ചിപ്പോൾ ഇങ്ങോട്ട് വന്നു, പെട്ടെന്നൊരു യാത്ര നടക്കത്തില്ല 2 മാസത്തിൽ. പക്ഷേ ദൈവം ഒരുക്കിയത് കണ്ടില്ലേ? ഇനി വരാൻ പോകുന്ന മുഴുവൻ യാത്രകൾക്കും വേണ്ടിയുള്ള നന്മകളെ ദൈവം ഒരുക്കിയെന്നേ. വലിയ അതിശയമാണ്. കാരണം ഇത്ര രാജ്യങ്ങളിൽ പോകണം, ഇനി അതിനുള്ള നന്മകളെ ദൈവം ഒരുക്കി. എൻ്റെ അക്കൗണ്ട് അല്ല ഞാൻ വിശ്വസിക്കുന്നത്, യേശുവിൻ്റെ. ഈ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ എനിക്ക് മനസ്സിലായപ്പോൾ, ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായപ്പോൾ ഈ ബ്ലെസ്സിങ്ങുകൾ നമ്മുടെ മേലേക്ക് തുറക്കാൻ തുടങ്ങി. മനസ്സിലായോ? ഇത് ഉപയോഗിക്കാൻ ഞാൻ എൻ്റെ വിശ്വാസ ജീവിതം ആയിരിക്കുന്ന സമയത്ത് ഒരാളുടെയും പൈസ കൊണ്ടുകൊണ്ടല്ല ഞാൻ വിശ്വാസത്തിൽ ഇറങ്ങിയത്. കർത്താവായ യേശു എന്നെ അനുഗ്രഹിക്കും എന്നുള്ള ഉറപ്പിൽ അത് ഞാൻ വചനത്തിൽ നിന്ന് മനസ്സിലാക്കി, ദൈവാത്മാവ് പഠിപ്പിച്ചു, ദൈവാത്മാവ് നടത്തിയതുകൊണ്ട്, ദൈവാത്മാവിനാൽ പറഞ്ഞതുകൊണ്ടുമാണ് കാണാൻ പറ്റിയത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഒരാളുടെയും പുറകെ ഓടണ്ട. നിങ്ങളിൽ ഈ പൗലോസ്ലീഹ പറഞ്ഞെന്തുവാ? പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇതിനെപ്പറ്റി അറിവുള്ളവരാകണം, ഇതെങ്ങനെ ഉപയോഗിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അനേകരെ സഹായിക്കും. ഇപ്പോൾ ആ സഹോദരി എന്നെ വിളിച്ചു, മകനെ ഓർത്ത് ഭാരപ്പെട്ട വിളിച്ചത്, അവൻ എന്ത് പറ്റി. സഹോദരി യൂട്യൂബിൽ നിന്ന് തന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് തന്നെ എനിക്ക് പ്രാർത്ഥന കഴിയുമ്പം എനിക്കൊരു വോയിസ് ഇട്ടേക്കണം. കാര്യം ആർക്കൊക്കെയോ സംശയമുണ്ട്. ആ മെസ്സേജ് വന്നാൽ എപ്പോഴേലും അത് കണ്ടുപിടിച്ചാൽ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഞാൻ തന്നെയാണ് ബ്രദറെ, നമ്മൾ തന്നെയാണ് സംസാരിച്ചെന്നുള്ളത്, ഇതെല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എനിക്കൊന്ന് വിട്ടേക്കണം. എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ലെങ്കിൽ പോലും ആർക്കെങ്കിലും ഒരു സംശയം വന്നാൽ അതിരിക്കട്ടെ. ആമേൻ. അപ്പോൾ ആ സഹോദരി അന്വേഷിച്ച് നടന്ന എൻ്റെ മകനെയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ബ്രദർ അവന് വേണ്ടി പ്രാർത്ഥിക്കണം, അവൻ എന്ത് സംഭവിച്ചെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ദൈവം എന്ത് ചെയ്തു? കറക്റ്റ് അവൻ്റെ പേര് വെളിപ്പെടുത്തി. കണ്ടോ ഇങ്ങനെയാണ് സംഭവിച്ചത്. ഒരു മനുഷ്യർക്ക് എങ്ങനെ ഇത് മനസ്സിലാകും? ഒരു മനുഷ്യൻ എങ്ങനെ അദ്ദേഹം എന്തോ ഒരു സ്ഥലത്ത്, ഏതോ രാജ്യം ഞാൻ മറന്നുപോയി, ആ രാജ്യത്തിരിക്കുന്ന ആൾ, ഇത്രയും മൈലുകൾക്കപ്പുറം ഇരിക്കുന്ന ഞാൻ, സഹോദരി വേറൊരു രാജ്യത്ത് 1000 കിലോമീറ്റർക്കപ്പുറം ഇരിക്കുന്നു. ഇവർ 3 പേര് നിൽക്കുന്ന 3 രാജ്യത്താണ്. ഈ 3 രാജ്യത്ത് നിൽക്കുന്ന വ്യക്തികൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇപ്പോൾ ചിലപ്പോൾ ആ മകൻ എൻ്റെ മുഖാമുഖം വന്നാൽ, അല്ലെങ്കിൽ ഈ സഹോദരി ഞാൻ തൃശ്ശൂർ വല്ലതും വന്നു കഴിഞ്ഞാൽ, ആ തൃശ്ശൂർ വല്ലോ ശക്തൻ ബസ് സ്റ്റാൻഡിലൊക്കെ നടന്നു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ ഓപ്പോസിറ്റ് വന്നാൽ ചിലപ്പോൾ എനിക്കറിയത്തില്ലായിരിക്കും, ആ സഹോദരി എനിക്കും അറിയത്തില്ല. പക്ഷേ ആത്മാവിൽ എന്ത് ചെയ്യുന്നു? ഇത് വെളിപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിൽ ആത്മാവിൽ വെളിപ്പെടുന്ന തലങ്ങളുണ്ട്. ആമേൻ. ഞാൻ ഇന്ന് നമ്മുടെ പ്രാർത്ഥന തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. എനിക്കറിയാം ഇത് തുടങ്ങിയിട്ടുള്ളൂ നമ്മൾ. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ, നാവിൻ്റെ അധികാരം അവിടെ റിലീസ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദുഷ്ടൻ നിങ്ങളുടെ നാവിനെ കവരുവാൻ നോക്കും. നമ്മളെ കൊണ്ട് ഞാൻ രക്ഷപ്പെടുന്നില്ല എന്നൊരൊറ്റ വാക്ക് പറഞ്ഞാൽ, ആ രക്ഷപ്പെടുന്നില്ല എന്നൊരൊറ്റ വാക്ക് എന്ത് ചെയ്യും? നിങ്ങളിൽ ആക്റ്റീവ് ആകും. പിന്നെ നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും അവിടെ എന്ത് ചെയ്യത്തില്ല? രക്ഷപ്പെടത്തില്ല. കാര്യം നിങ്ങളുടെ അധികാരത്തെ നിങ്ങൾ മിസ്യൂസ് ചെയ്തു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ നാവ് ഉപയോഗിക്കുന്നുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ല ചുമ്മാ പോയി നിങ്ങൾ കൈവച്ച് ഒന്നും മിണ്ടാതെ തിരിച്ചു വരുവാണ്. അല്ല, സഹോദരി യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു, വഴി തുറക്കട്ടെ എന്ന് പറയുമ്പോൾ അവർ പറയും, സഹോദരി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദേ അത്ഭുതം. ഈ പ്രാർത്ഥിച്ച സഹോദരി വീട്ടിൽ വന്നപ്പോഴേക്കും മുഴുവൻ അടിയും ബഹളവും. ഒന്ന് ചിന്തിച്ച്, ഇതിൻ്റെ തുടക്കം എവിടെയായിരിക്കും? ഉടനെ പറയണം, ഇല്ല, എൻ്റെ കുടുംബം എൻ്റെ നാവിൻ്റെ അധികാരത്തെ ഉപയോഗിക്കുകയാണ്. എന്നാ തെളിവ്? സദൃശവാക്യത്തിൽ പറയുന്നു, ജീവനും, ശ്രദ്ധിച്ച് വാക്യം നോക്കിയേ, സ്ക്രീനിലോട്ട് നോക്കിയേ, സദൃശവാക്യം 18-ാം അധ്യായത്തിൽ പറയുന്ന ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. അപ്പോൾ അധികാരത്തെ ഉപയോഗിച്ചതുകൊണ്ടാണ് മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ അത്ഭുതം നടന്നത്. പക്ഷേ അധികാരത്തെ മിസ്യൂസ് ചെയ്തുകൊണ്ടാണ് കുടുംബത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ കുടുംബത്തിൽ അനുഗ്രഹം കാണാത്തത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? പിശാചിൻ്റെ തലോട്ട് വെക്കും. പിശാചൻ്റെ നന്മ മൊത്തം അങ്ങ് തടഞ്ഞ് പിശാചനെ ഇട്ട് ഉരുട്ടി മറിച്ച് എന്നെ അങ്ങോട്ട് പിശാച് പറയും, ഞാൻ നിൻ്റെ മുമ്പിൽ വന്നിരുന്നപ്പോൾ നീ എന്തുകൊണ്ട് നിൻ്റെ നാവിനെ സൂക്ഷിച്ചില്ല? എൻ്റെ കുഴപ്പമല്ല. സങ്കീർത്തനക്കാരൻ പറയുന്ന വാക്ക് നോക്കിക്കേ, സങ്കീർത്തനക്കാരൻ പറയുന്ന വചനം നോക്കിയേ, ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ നാവ് കൊണ്ട് എങ്ങനെയാണ് പാപം ചെയ്യുന്നത്?
നമ്മൾ കേട്ടിരിക്കുന്ന മൊത്തം ശരീരം കൊണ്ടുള്ള പാപമല്ലേ. ഇവിടെ വചനം പറ, ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ വായ്ക്ക് കടിഞ്ഞാണിട്ട് ഞാൻ കാക്കും. തലമുറ ചിലപ്പം ഈ ദിവസങ്ങളിൽ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ പറയാം. ചിലപ്പോൾ തലമുറ നിങ്ങൾക്ക് പറയുന്ന പോലെ പ്രാർത്ഥിച്ചിട്ട് അവൻ ശരിയാകുന്നില്ലായിരിക്കാം, അവർ മിടുക്കല്ലായിരിക്കും. ഇനിയിപ്പോൾ ഓട്ടിസമുള്ള പിള്ളേരായിരിക്കാം, ബുദ്ധിമാന്യം കുറവുള്ള കുഞ്ഞുങ്ങളായിരിക്കാം, അവർക്ക് കുറവുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞേക്കാം, മെഡിക്കൽ സയൻസ് പ്രകാരം എന്തെങ്കിലും മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന് പറഞ്ഞേക്കാം, ലോകപ്രകാരം കഴിവില്ലെന്ന് പറഞ്ഞേക്കാം. പക്ഷെ നിങ്ങളുടെ അധികാരത്തെ ഒന്ന് ഉപയോഗിച്ചേ ആ നാവ് കൊണ്ട് പറ, ജാതികളുടെ മധ്യേ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യേ എൻ്റെ പ്രജയെയും അറിയും, അവരെ കാണുന്നവരൊക്കെയും എൻ്റെ യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും, ഞാനത് കേൾക്കും. യെശയ്യാവ് 61:9 റീത്താസൂരിട്ടിട്ടുണ്ടത്. എല്ലാ ദിവസവും തലമുറ എന്ന് പ്രവചിക്ക്. നിങ്ങൾ ആരാ നിങ്ങൾക്ക് അറിയാവോ? നിങ്ങൾ പറഞ്ഞാൽ എന്നാൽ യേശു ക്രിസ്തു ഈ കാലഘട്ടത്തിൽ ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും മരിച്ചവരെ ഉയർപ്പിക്കുവാനും 9 കൃപാവരങ്ങൾ ഉപയോഗിക്കുവാനും കണ്ട വ്യക്തികളാ വിശ്വാസികൾ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഇപ്പം നമ്മളിങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുക, അവിടെ ഇവിടെ എല്ലാം നടക്കുക. ഒന്ന് ആലോചിച്ച് നോക്കി. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ എനിക്ക് അധികാരം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ നമുക്ക് എന്ത് പറ്റുന്നില്ല? ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ അധികാരത്തെ മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക ദുഷ്ടൻ. ഹല്ലേലൂയ. അപ്പോൾ 9 കൃപാവരങ്ങളിൽ വിശ്വാസം എന്ന വരത്തെ കറക്റ്റായിട്ട് ഉപയോഗിച്ചാൽ സകല പ്രതിസന്ധികളും തകരും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണേ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണേ. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കൂടെ ഇന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. എനിക്കറിയാം സമയം നമുക്കിങ്ങനെ എനിക്ക് തോന്നുന്നു എവിടെയെങ്കിലും പോകുമ്പോൾ ഈ സമയം പയ്യാണ് പോകുന്നത്. പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ഈ സമയം പറക്കുക. നമുക്ക് എന്ത് ചെയ്യുക? നിങ്ങളുടെ ഡൗട്ടുകൾ എന്ത് ചെയ്യണം? ഈ ദിവസങ്ങളിൽ നിങ്ങൾ എന്നോട് ചോദിക്കണം. ഇപ്പോൾ ഡൗട്ട് ചില ആൾക്കാർ കുറഞ്ഞു വരുന്നതിന് ബ്രദർ ദേഷ്യപ്പെടുന്നു വിചാരിച്ചാണോ എനിക്കറിയാം, ചിലർ അങ്ങനെയൊക്കെ പറയാറുണ്ട്. നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ചോദിക്കും. ഡൗട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചിലപ്പോൾ കാണുന്നത് ലേറ്റ് ആയിട്ടായിരിക്കും, റിപ്ലൈ തരുന്നത് ലേറ്റ് ആയിട്ടായിരിക്കും. എങ്കിലും എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പൊക്കെ ഒന്ന് ഓൺ ആക്കണമെന്ന് നിർബന്ധമൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ആളുകൾ പ്രയർ റിക്വസ്റ്റ് ഇപ്പോൾ ഇടരുതെന്ന് പറഞ്ഞാൽ 100 അപ്പം ഇടുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യാത്തത്. അതിൻ്റെ ഒത്തിരി ആൾക്കാർക്ക് ബുദ്ധിമുട്ട്. കാര്യം എനിക്ക് കുഴപ്പമില്ല, എനിക്കൊരു 100 മെസ്സേജ് ആയാലും കുഴപ്പമില്ല. പക്ഷേ എല്ലാവരും ഫാമിലിയൊക്കെ താമസിക്കുമ്പോൾ ചിലപ്പം മെസ്സേജ് വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരേപോലെയാണല്ലോ മെസ്സേജ് കേൾക്കുന്നത്. അതുകൊണ്ട് പലരും പറഞ്ഞു, ബ്രദറെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ഞങ്ങൾ ലെഫ്റ്റ് ചെയ്യുമോ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് മെസ്സേജ് എല്ലാം ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത് ഗ്രൂപ്പുകളിൽ. അല്ല, എനിക്കൊരു കുഴപ്പമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ നാളെ ഇതിൻ്റെ ബാക്കി ചിന്തിക്കും. ഇനി മുതൽ ഭാരപ്പെടരുത്. പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ആദ്യം അനുഗ്രഹം നിങ്ങൾക്കാകട്ടോ. പ്രാർത്ഥിക്കുന്ന വ്യക്തി തകരത്തില്ല. പ്രാർത്ഥിക്കുന്ന വ്യക്തി ലോകത്തിന് മുമ്പിൽ സാക്ഷിയാകും. യേശു പറഞ്ഞെന്തോ, നിങ്ങൾ എൻ്റെ ലോകത്തിനടുത്തോളം എൻ്റെ സാക്ഷിയാകും. അല്ലാതെ പ്രാർത്ഥിക്കുന്നവൻ നശിച്ചു പോവുകയും പ്രാർത്ഥന കൈക്കൊള്ളവൻ രക്ഷപ്പെടുന്ന പരിപാടി, അതെന്ത് പരിപാടി? അങ്ങനെ പിന്നെ ആരും പ്രാർത്ഥിക്കത്തില്ലല്ലോ. ആരെങ്കിലും പോവുക പ്രാർത്ഥിക്കാൻ? ഇല്ല, അതല്ല ദൈവത്തിൻ്റെ പ്ലാൻ. ഞാനൊരു അനുഗ്രഹം, അബ്രഹാമേ നീ ഒരു അനുഗ്രഹമാണ്, നിന്നിൽ ഞാൻ അനേക ജാതികളെ അനുഗ്രഹിക്കുന്നു പറഞ്ഞു. അതിൻ്റെ അർത്ഥം നിന്നിൽ ഞാൻ രോഗികളെ സൗഖ്യമാക്കുന്നുവെങ്കിൽ എൻ്റെ രോഗം യേശു സൗഖ്യമാക്കിയിരിക്കും. ഞാൻ കടഭാരത്തിലിരിക്കുന്ന തകർന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവം എനിക്ക് സമ്പന്നതയിൽ അനുഗ്രഹിച്ചിരിക്കും. ഞാൻ സമാധാനമില്ലാത്ത അനേക കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം എനിക്കൊരു സമാധാനമില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി, അങ്ങനെ അല്ല. ആ സമാധാനം എനിക്കുള്ളതുകൊണ്ട് ഞാൻ പറയാം, സഹോദരി എനിക്ക് സമാധാനം തന്ന യേശു നിനക്ക് സമാധാനം തരും. ഇങ്ങനെ വേണം പറയാൻ. എന്നെ സൗഖ്യമാക്കി യേശു നിന്നെ സൗഖ്യമാക്കും. എൻ്റെ തലമുറയെ അനുഗ്രഹിച്ച യേശു നിൻ്റെ തലമുറയെ അനുഗ്രഹിക്കും. ഇങ്ങനെ ധൈര്യത്തോടെ പറയാനാണ് യേശു നമ്മളെ ആക്കിയിരിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇട്ടേക്കുന്ന വലിയൊരു പവറുണ്ട്. ഈ അധികാരം തിരിച്ചറിയാതെ ഇത് മിസ്യൂസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബാക്കി ഭാഗങ്ങളിലേക്ക് നമ്മൾ വരുന്നുണ്ട്. ആമേൻ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? പലപ്പോഴും നമ്മുടെ ഫിനാൻഷ്യൽ മേഖലകളിലൊക്കെ ബ്ലോക്കുകൾ, നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഫിനാൻസ് നമുക്ക് ദൈവം തരും, പക്ഷെ അത് ഉപയോഗിക്കാനുള്ള കൃപ പ്രാർത്ഥിക്കണം. സാമ്പത്തിക കുരുക്കുകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അതൊക്കെ നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ വചനത്തിലൂടെ മനസ്സിലാക്കി എവിടെയാണ് നിങ്ങൾ ബ്ലോക്ക്. നിങ്ങളിത് കേൾക്കുന്ന സമയത്ത് ഇതെല്ലാം ഡെലിവറൻസ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. വലിയ ബ്രേക്ക് ത്രൂകൾ. എൻ്റെ കൂടെ ഈ വർഷങ്ങളായിട്ട് വചനം കേൾക്കുന്നവർക്ക് അറിയാൻ പറ്റും, കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ മാത്രമല്ല എൻ്റെയും ജീവിതത്തെ ദൈവം മാറ്റങ്ങൾ കൊണ്ടുവന്ന് ഒത്തിരി കാര്യങ്ങളെ കർത്താവ് ചെയ്തു. നിങ്ങളെയും കർത്താവ് സാക്ഷിയാക്കി മാറ്റും. നമുക്ക് ഒരുമിച്ച് എൻ്റെ കൂടെ എന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ യേശുവേ, എൻ്റെ കർത്താവേ, എന്നെ നിന്ന് തകർന്നിരിക്കുന്നവരുണ്ട്, പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത മാനസികാവസ്ഥയുടെ കടന്നു പോകുന്നവരുണ്ട്. ഞാൻ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഇന്നലെ ചോദിച്ച പോലെ ഞാൻ ഇന്നും ചോദിക്കും. രോഗികൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. എല്ലാവരും ഇപ്പം തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് തയ്യാറാക്കി. നിങ്ങൾക്ക് ഇപ്പം തന്നെ രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്.
കർത്താവ് നിങ്ങളെ സ്പർശിക്കും. നിങ്ങളുമായിട്ട് ഏതെങ്കിലുമൊക്കെ ആലോചനകൾ വരുന്നുണ്ടെങ്കിൽ ചാടി പിടിച്ചോണം, അടയാളങ്ങളെ ശ്രദ്ധിച്ചോണം. ഈ സമയത്ത് ഞാൻ ഇടയ്ക്ക് ചോദിക്കും വ്യത്യാസം ഉണ്ടോ എന്ന്. എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൽ നിങ്ങളുടെ അകത്തിരിക്കുന്ന കൃപാവരങ്ങൾ ജ്വലിക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ വേദനയുള്ളവരൊക്കെ കൈവച്ച്, വേദനയുള്ളവർ, രോഗമുള്ളവരൊക്കെ കൈവച്ച്, യേശു കടഭാരത്താൽ ഭാരപ്പെടുന്നവർ കൈയൊക്കെ ഒന്ന് ആ പേഴ്സിലോട്ടൊക്കെ എടുത്ത് വെച്ച്, എന്നിട്ട് യേശുവിൻ്റെ നാമത്തിൽ ആ പ്രശ്നങ്ങളുടെ മേൽ ജയത്തെ കൽപ്പിക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ വേദനയുള്ള ഭാഗത്തുനിന്നും വേദനകൾ വിട്ടുമാറുകയാണ്, രോഗശക്തികൾ വിട്ടുമാറുകയാണ്. ബ്ലഡിൻ്റെ അകത്തുള്ള ഷുഗറും പ്രഷറും ക്യാൻസറും അതും ഇതും ഏത് രോഗമായിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ പേരറിയാവുന്നതും പേരറിയാത്തതും മാരകമായതും അല്ലാത്തതും എല്ലാം യേശു ക്രൂശിൽ വഹിച്ചതാണ്. കർത്താവിൻ്റെ തിരുമുറിവിനാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നു. കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ആ വേദനകൾ വിട്ടുമാറുന്നു, വേദനകൾ വിട്ടുമാറുന്നു. എന്നോട് കർത്താവിന് പറയുന്നു, ഹോർമോണിൻ്റെ എന്തോ ബാലൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വിഷയങ്ങൾ ഉണ്ടാകുന്ന ചിലരെ കർത്താവ് ഇന്ന് സ്പർശിക്കുകയാണ്. അവരുടെ ശരീരത്തിൻ്റെ മേലെ കാണിക്കുന്ന വലിയ റിപ്പോർട്ടുകൾ നിങ്ങൾ ഞെട്ടുന്ന രീതിയിൽ അത്ഭുതമാകാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ തന്നെ ശരീരത്തിൽ അതിൻ്റെ പ്രത്യക്ഷമായ ചില അടയാളങ്ങൾ വെളിപ്പെടാൻ വേണ്ടി കൺഫർമേഷനുകൾ വെളിപ്പെടാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ ആ വേദനയുള്ള ഇപ്പം മാറുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ അത് അനുഭവിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്യണം. വേദന മാറിയെന്ന് അനുഭവിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യണം. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ആ വേദനയോട് കൽപ്പിക്കുന്നു, രോഗത്തോട് കൽപ്പിക്കുന്നു, ഇപ്പോൾ തന്നെ ശരീരം വിട്ട് മാറിപ്പോകാൻ കൽപ്പിക്കുന്നു. അപ്പം ഞാനൊരു ഗീതു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കർത്താവ് സ്പർശിക്കുന്നവരുടെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഗീതു എന്ന് പറയുന്ന വ്യക്തിയുടെ ഞാൻ കാണുന്നൊരു കാഴ്ച, ഗീതുവിൻ്റെ വീടിൻ്റെ മുമ്പിൽ ഹോളിൻ്റെ അകത്ത് തന്നെ ഒരു ഫോട്ടോ ഇങ്ങനെ ഒരു വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ഫോട്ടോ ആണിയെ തൂക്കിയേക്കുമല്ല, അതിങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുക. അതായത് അതിൻ്റെ തലവശം, ആ ഫോട്ടോയുടെ മുകളിലെ തലവശം ഒരു നമ്മൾ കണ്ടിട്ട് ചില വീടുകളിലൊക്കെ കമ്പിയെ കൊളുത്തിയിട്ട് ഇങ്ങനെ വളച്ച് നേരെ, അതായത് ഇങ്ങനെ ചെരിച്ച് വെച്ചേക്കുന്ന ഒരു ചിത്രമാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ ഒരു ഭവനത്തെ ദൈവം തൊടുന്നു. ആ ഭവനത്തിൻ്റെ തകർന്ന അവസ്ഥകളെ, ശൂന്യമായ അവസ്ഥകളെ യേശു അത്ഭുതമാക്കി മാറ്റുന്നു. കർത്താവെ, ഞങ്ങളുടെ നാമത്തിൽ അത്ഭുതമുണ്ട്. ആ ഭവനത്തെ തൊടുന്നു. തകർന്ന ഭവനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ സമയത്ത് വേദനയിൽ നിന്നും സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളൊന്ന് പെട്ടെന്ന് ചെക്ക് ചെയ്ത് വ്യത്യാസമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു. വേദന നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു. തലക്ക് ഇത്തിരി വേദന ഉണ്ടായിരുന്നു, അതിപ്പോ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മാറിയായിരുന്നു. ആമേൻ, ആമേൻ, സ്വതന്ത്രം. മറ്റാരെങ്കിലും? ബ്രദറെ, എന്റെ നടുവിന്റെ ഇടത്ത് ഭാഗത്തായിട്ടൊരു വേദന ഉണ്ടായിരുന്നു, അതിപ്പോ കൈ തൊട്ട് വെച്ചിരുന്ന് ഇപ്പൊ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ മാറിയത്. ആമേൻ, സ്വതന്ത്രം. മറ്റാരെങ്കിലും? ബ്രദറെ, എന്റെ മുതുവിനെ കൈയിന്റെ ബാക്കിൽ ഭയങ്കര വേദന, കൈന്ന് പൊക്കാൻ വയ്യായിരുന്നു. ഇപ്പൊ എനിക്ക് നല്ല ആശ്വാസമുണ്ട് ബ്രദർ. ആമേൻ, ആമേൻ, ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? എന്റെ മകൾക്ക് തോളിന് വേദന ഉണ്ടായിരുന്നു, അത് മാറിയതായിട്ട് പറയുന്നു. ആമേൻ, ആമേൻ. മറ്റാരെങ്കിലും? എന്റെ നടുവിന് വേദന ഉണ്ടായിരുന്നു, ഇപ്പൊ ആ വേദന മാറി. ആമേൻ. മറ്റാരെങ്കിലും? ഹോർമോണൽ പറഞ്ഞു. ബ്രദറെ, എനിക്കും മാറി, കൈവേദനയായിരുന്നു. ആമേൻ, സ്വതന്ത്രം. എനിക്ക് മാറിയത്. ആമേൻ. മറ്റാരെങ്കിലും? കാലും കൈയൊക്കെ നല്ല വേദനയായിരുന്നു, കൊണ്ടാണ് വചനം കേട്ടത്. ഇപ്പൊ അത് മാറി. ആമേൻ, ആമേൻ, ആമേൻ. വലിയ ഞാൻ പറഞ്ഞില്ല, ഇൻസ്റ്റന്റ് ക്രിയേറ്റീവ് മിറക്കിൾസ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിനാണ് സ്പിരിറ്റ് ഓഫ് ഹീലിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, ഈ കൃപാവരമാണ് രോഗശാന്തിയുടെ വരം. എത്ര പേര് ഈ സാക്ഷ്യം കേട്ട് നിങ്ങളിങ്ങനെ ഇടയ്ക്കൊക്കെ എനിക്ക് ആമേൻ പറഞ്ഞ് കേൾക്കണമെന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഈ എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? ആമേൻ, ആമേൻ. തുരുതുരാന്ന് അവരിങ്ങനെ സാക്ഷ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റന്റ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുക, സൗഖ്യം നടന്നുകൊണ്ടിരിക്കുക. ഞാൻ എന്തുകൊണ്ടാണ് വേദന മാറിയത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുമല്ലോ. ഇപ്പം മറ്റേത് നമുക്ക് റിപ്പോർട്ട് സ്കാൻ ചെയ്യണം. അതല്ലാതെ ഞാൻ എപ്പോഴും ചോദിക്കുന്നതുകൊണ്ടാണ് പെട്ടെന്ന് നിങ്ങൾക്ക് വേദനകളിൽ നിന്നുള്ള മോചനം. അതായത് ആ രോഗം ഇപ്പോൾ പറഞ്ഞാൽ അസ്ഥിക്ക് വേദനയായിരുന്നു, ആ വൾജീതം അല്ലെങ്കിൽ ആ ഒരു ശരീരത്തിൻ്റെ വേദനയായിരുന്നു, അതെല്ലാം പെട്ടെന്ന് സൗഖ്യം നടക്കും. അതിൻ്റെ അർത്ഥം അതിൻ്റെ പിന്നിൽ മറിഞ്ഞിരിക്കുന്ന രോഗശക്തി എന്ത് ചെയ്യുകയാണ്? സ്പിരിറ്റ് ഓഫ് ഹീലിംഗ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഗിഫ്റ്റ്, ഈ കൃപാവരങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ ലൈഫിൽ നമ്മൾ പരസ്പരം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു തലം. വരുന്ന ദിവസങ്ങളിൽ നമ്മളൊരു ഫുൾ ഡേ പ്രയർ വെക്കുന്നുണ്ട്. നിങ്ങളിൽ പ്രവചന വരങ്ങളിൽ എങ്ങനെ പുറത്തേക്ക് വരാം. നിങ്ങൾക്ക് ദർശനങ്ങൾ നിങ്ങളുടെ അകത്ത് വന്നു കഴിഞ്ഞു. ഇനി കൃപാവരങ്ങൾ
ഓക്കെ, കൈവേദന മാറിയവരുണ്ട്. നിങ്ങൾ കമൻറ്റ് ചെയ്യല്ലേ, പറഞ്ഞാൽ മതി. വരും ദിവസങ്ങളിൽ നമ്മൾ ഈ വേദനകൾ മാറിയവരെല്ലാവരും ഒന്ന് നോട്ട് ചെയ്തോണേ. വരും ദിവസത്തിൽ ഏതെങ്കിലും ആഴ്ചയിൽ ഒരു പ്രെയർ നമ്മൾ നേരത്തെ തുടങ്ങാൻ വേണ്ടി പോവാം. അതായത് ഇന്ത്യൻ സമയം 8 മണിക്കോ 7:30ക്കോ നമ്മൾ ഒരു ദിവസം ഒരു സൺഡേയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ നേരത്തെ തുടങ്ങാൻ വേണ്ടി പോവാണ്. സാക്ഷ്യങ്ങൾ പറയാൻ വേണ്ടി മാത്രം നമ്മൾ പ്രാർത്ഥന ആരംഭിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അത് ഇപ്പം വേദന മാറുന്നവർ, ഇപ്പം ഞാൻ ചോദിക്കാൻ എന്തിനാ ചോദിക്കുക വെച്ചാൽ നമുക്കിത് ഓരോ കൃപാവരങ്ങളിലൂടെ നമുക്ക് ഉപയോഗിക്കപ്പെടുന്നത് കൊണ്ട് നിങ്ങളെ കൊണ്ട് ഈ കൃപാവരങ്ങളെ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള പഠനമാണ് നമ്മളിനടുത്ത് കേൾക്കാൻ. പഠനമെന്ന് പറഞ്ഞാൽ ഞാൻ പഠിപ്പിക്കുന്നതല്ല, പൗലോസ്ലീഹ പറഞ്ഞ വാക്യത്തിൽ തന്നെ നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിവുള്ളവരാകണം. നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം. എൻ്റെ യേശുവേ, ഞങ്ങളിപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നപ്പോൾ ഞാനൊരു കർത്താവ് എന്നെ ഒരു വ്യക്തിയെ കാണിക്കണം, കുഞ്ഞുമോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണിക്കണം. ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ മീശയുടെ അവിടെ അത് എടുത്തു പറയുന്നത്, ഈ മൂക്കിൻ്റെ താഴേക്ക് ആ മീശ ഇങ്ങനെ വടിച്ചിട്ട് ഇങ്ങനെ ഒരു വര പോലെ ആ മീശ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ മുടി നരച്ച് ഒരു ഏകദേശം ഒരു തൂക്കം, അതായത് ശരീരം വലിയ വലിപ്പമുള്ള വ്യക്തിയല്ല, എന്ന ഒരു മീഡിയം, ഞാനൊരു പാൻസ് ഒക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കാണുന്നത്. ഞാൻ ആ ഭവനത്തെ കർത്താവിൻ്റെ എടുത്ത് കാണിക്കുകയാണ്. ഞാൻ വ്യക്തിയെ ഞാൻ കാണുന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോയെ ഞാൻ കാണുന്നത് കൂടുതലുമായിട്ടും. ഞാൻ ആ വ്യക്തിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് കാണിക്കുന്നത് ആ കുടുംബത്തിൻ്റെ മേലുള്ള തലമുറകളുടെ ഭാവിയെ അടച്ചു വെച്ച പിശാചിൻ്റെ തന്ത്രങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ സമൃദ്ധി കുഞ്ഞുമോൻ്റെ ഭവനത്തിലേക്ക് വെളിപ്പെടുകയാണ്. എൻ്റെ യേശുവെ, ഞങ്ങളുടെ വലിയ കൃപ ആ കുടുംബത്തിന് മേൽ തുറക്കുന്നല്ലോ. ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, അതുമായിട്ട് ബന്ധപ്പെട്ട ആരാണോ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്താട്ടെ. എന്റെ ഹസ്ബൻഡിന്റെ പേര് പരമേശ്വരൻ എന്നാണെങ്കിലും കുഞ്ഞുമോൻ എന്നാ പുള്ളിയെ അവരുടെ വീട്ടുകാരൊക്കെ വിളിക്കുന്നത്. ഈ പറഞ്ഞ അടയാളങ്ങൾ പാൻറ്, പുള്ളിക്കാരന് എപ്പോഴും വീട്ടില് പാൻറ്റല്ല ഇടുന്നത്, പക്ഷെ എല്ലായിടത്തും പാൻറ് ഇട്ടുകൊണ്ടേ പോവുള്ളൂ. മീശയുടെ കാര്യമൊക്കെ ശരിയാ പറഞ്ഞത്. ആമേൻ. ഏറ്റെടുത്ത് ഞാൻ പറഞ്ഞു, ചിലപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞു, ചിലപ്പോൾ എനിക്ക് ഈ പറയുന്ന പേരുകളൊക്കെ ഒഫീഷ്യലാണോ എനിക്കറിയത്തില്ല. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് കർത്താവ് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും അടയാളം, ഞാൻ ആ ഫോട്ടോ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ പറഞ്ഞ പോലെ പാൻറ്റ് നമ്മൾ വീട്ടിൽ വേറെ ഉപയോഗിക്കുന്നത്, ആ പാൻറ്റ് ഇട്ടുകൊണ്ട് ഈ പറഞ്ഞ മീശ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഷേപ്പ് ദൈവാത്മ വെളിപ്പെടുത്തല്ലോ. അധികം വലിപ്പമില്ലാത്ത നരച്ച മുടിയുള്ള തൂക്കമുള്ള മനുഷ്യനല്ല. ആ മനുഷ്യൻ്റെ തലമുറകളെ കർത്താവ് തൊടുന്നതായിട്ട് എന്നോട് പറഞ്ഞത് ദൈവം അത് വലിയൊരു അത്ഭുതമാക്കി മാറ്റുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ എല്ലാവരും നിങ്ങളിലുള്ള കൃപാവരങ്ങളൊന്ന് ജ്വലിപ്പിച്ച് നിങ്ങളിങ്ങനെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ നമ്മൾ പരസ്പരം പ്രാർത്ഥിച്ച് നിങ്ങളിൽ ഈ കാര്യങ്ങൾ തുറക്കാൻ വേണ്ടി പോവുക. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക. കർത്താവേ, ഇന്ന് ഞാൻ തൊടുന്നപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധ ആത്മാവേ, അങ്ങയുടെ കൃപ ഇന്ന് അവിടെ ചൊരിയുന്നല്ലോ. ഓരോ മക്കളെ ഇന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ വിഷയത്തിൻ്റെ മേൽ, അവരുടെ തലമുറകളുടെ മേൽ ഇന്ന് ഞാൻ പറഞ്ഞു, തലമുറയുടെ വിഷയത്തിൽ ഭാരപ്പെടുന്നവർ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ അകത്തിരിക്കുന്ന വാഗൊണ്ട് ആദ്യം കർത്താവ്, ഞാൻ വാഗൊണ്ട് ഏതെങ്കിലുമൊക്കെ ഇങ്ങനെ പറയണം, വാഗൊണ്ട് ഏതെങ്കിലുമൊക്കെ നെഗറ്റീവ് വാക്കുകൾ, കർത്താവ് എൻ്റെ അധികാരത്തെ ഞാൻ മിസ്യൂസ് അങ്ങനെ പറഞ്ഞു പറയാം, കർത്താവ് ഞാൻ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. കാര്യം എൻ്റെ അകത്ത് വലിയൊരു പവറുണ്ട്, ശക്തിയുണ്ട്. എൻ്റെ നാവിലൂടെ അനേക അനുഗ്രഹം കിടപ്പുണ്ട്. അത് ഞാൻ വാഗൊണ്ട് ഏതെങ്കിലുമൊക്കെ നമ്മൾ അബദ്ധവശാൽ പറഞ്ഞു പോകും, അബദ്ധവശാൽ വായിന്ന് പലതും വന്നു പോകും. പക്ഷെ അതപ്പം തന്നെ ക്യാൻസൽ ചെയ്യണം. കാര്യം നിങ്ങളുടെ അകത്തിരിക്കുന്നത് വലിയ പവറാണ്. അതുകൊണ്ട് അത് സംഭവിക്കും. നിങ്ങൾ പറഞ്ഞാൽ അത് സംഭവിക്കും. നിങ്ങൾ പറഞ്ഞാൽ അതുപോലെ പറയും. യേശു പറഞ്ഞില്ല, നിങ്ങൾ ആ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. എന്നാ പവറാന്ന് ആലോചിച്ച് നോക്കി. പാമ്പുകളെയും തെളുകളെയും ശത്രുവിൻ്റെ മുഴുവലത്തെയും ചവിട്ടുവാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്. കണ്ടോ, ജീവനും മരണവും നിങ്ങളുടെ നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. സദൃശവാക്യം സങ്കീർത്തനത്തിൽ പറയുന്നു, ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ നാവിൻ്റെ കർത്താവെ കടിഞ്ഞാണിടണം. നാളെ നമ്മൾ എൻ്റെ താഴത്തെ വാക്യത്തിലേക്ക് വരും, അവിടെ തുടങ്ങാൻ വേണ്ടി പോവുക. അപ്പോൾ എന്നെ പവറ നോക്കി പിശാച് നമ്മുടെ നാവിലൂടെ എന്നാ വരും നോക്കി നടക്കുക. നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ അവിടെ അത്ഭുതമാണെങ്കിൽ നിങ്ങളെ കൊണ്ട് അത് പറയിപ്പിക്കത്തില്ല, നിങ്ങളെ കൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് പറയിപ്പിക്കും. ഒരു ഗതിയില്ല, മതി, പിശാചിന് അത് മതി. ആ മിസ്യൂസ് ചെയ്യിപ്പിക്കും നമ്മളെ കൊണ്ട്. നിങ്ങൾ പറഞ്ഞാൽ മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റ് വരും, നിങ്ങൾ പറഞ്ഞാൽ മുടന്തൻ എണീറ്റ് വരും, നിങ്ങൾ പറഞ്ഞാൽ രോഗികൾ സൗഖ്യമാകും. യേശുവിൻ്റെ അതുകൊണ്ടാണ് ഞാനിപ്പം തുടക്കത്തിലെ കൃപാവരത്തിൻ്റെ സ്പിരിറ്റ് ഓഫ് ഹീലിങ്ങിനെ ഇപ്പം ഞാൻ കാണിച്ചത്. പ്രാർത്ഥിച്ചിട്ട് സൗഖ്യങ്ങൾ വേദന മാറിയെന്ന് ഞാൻ ചോദിച്ചതിൻ്റെ കാരണം ആ ഹീലിംഗ് സ്പിരിറ്റിനെ, അല്ലെങ്കിൽ സ്പിരിറ്റല്ല ഹീലിംഗ് ഗിഫ്റ്റിനെ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് കാണിച്ചതാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പിന്നെയും പ്രാർത്ഥിക്കുക. കർത്താവേ, സമയത്രേ
ഓക്കെ, 11 മണിയാകുന്നല്ലേ. യേശുവിൻ്റെ നാമത്തിൽ പിന്നെയും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പരിശുദ്ധ ആത്മാവേ, അങ്ങയുടെ വലിയ കൃപകൾക്കായി സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഇവിടെ പറഞ്ഞു, നിങ്ങളുടെ ഭാവി തുറക്കും. നിങ്ങളുടെ കർത്താവ് എൻ്റെ ഒരു വ്യക്തിക്ക് വേണ്ടി ഇങ്ങനെ വാക്ക് പറയണം. വിദേശത്തൊക്കെ പോകാൻ വേണ്ടി ഒത്തിരി ആഗ്രഹിക്കുകയാണ്, പക്ഷേ കഴിവ് കൊണ്ടോ പ്രാപ്തി കൊണ്ടോ അതിന് കഴിയുന്ന വലിയൊരു സ്വപ്നമാണ്. വിദേശത്ത് പോയി ജോലി ചെയ്യണം എന്ന് വലിയൊരു ആഗ്രഹം മനസ്സിലുണ്ട്. ഞാൻ ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. 36 വയസ്സിൽ താഴെ പ്രായമുള്ള സഹോദരിയാണ് ഞാൻ ഈ കാണുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഒക്ടോബർ മാസവുമായിട്ട് ആ മകൾക്കൊരു ബന്ധമുണ്ട്. ഒരു ജനനമാണ് ഞാൻ കാണുന്നത്. ഒക്ടോബർ മാസത്തിൽ ജനിച്ച ഒരു മകളാണ് ഞാൻ ഇന്നെ കേൾക്കുന്നത്. യേശുവിനെ നിർത്താൻ നമ്മളോട് കർത്താവ് പറയുന്നു, ഇങ്ങനെ അങ്ങനെ ആഗ്രഹിച്ച് കർത്താവ്, ഞാൻ ആ രാജ്യത്ത് പോയി അവിടെ ഞാൻ യേശുവിനെ ഉയർത്തും. അവിടെയുള്ള ആളുകൾ, ജനിച്ചു വളർന്ന ആളോട് ഞാൻ യേശുവിനെ പറ്റി പറയും. എന്നെ അവിടെ അയക്കണം കർത്താവ്. ഞാൻ അവിടെ പോയി സുവിശേഷത്തിനോട് നിൽക്കുമെന്ന് ഒക്ടോബർ മാസത്തിൽ ജനിച്ച ഒരു വ്യക്തിയുടെ കർത്താവ് ഇങ്ങനെ പറയുവാൻ പറയുന്നു. 36 വയസ്സിൽ താഴെ അടുത്ത ഞാൻ പ്രായം കാണുന്നത്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് 6 എന്ന അക്ഷരത്തിലാണ് ആ മകളുടെ പേര് ഞാൻ ആരംഭിക്കുന്നത് കാണുന്നത്. യേശുവിൻ്റെ നാമത്തിൽ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ആ മകളുടെ മുമ്പിലേക്ക് ഞാൻ ആ വഴി തുറന്നു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ കുടുംബം തുറക്കും. ഞാൻ ഈ പറഞ്ഞ അടയാളവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, യൂട്യൂബിലായിക്കോട്ടെ, ആമേൻ പറഞ്ഞൊന്ന് പിടിച്ചേ. ആ രാജ്യത്ത് പോയി കർത്താവ് നിങ്ങളെ ഏറ്റവും അനുഗ്രഹമാക്കി മാറ്റാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ഉദരഫലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൈവച്ച്, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൈവച്ച്, ഉദരത്തിലേക്ക് ഒന്ന് കൈവച്ച് ഇന്ന് തുറക്കാൻ വേണ്ടി പോവാണ്. കർത്താവെ, ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് മാറ്റിയതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ മ്യൂട്ട് ചെയ്യുക. ഇവിടെ സൗണ്ട് ബ്രേക്ക് ആവും. പറയാൻ വേണ്ടിയുള്ളവർ മാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾ സൂമിലാണെങ്കിൽ പറയുക. ഫേസ്ബുക്കിലും യൂട്യൂബിലും കാണുന്നവർ നിങ്ങൾ എനിക്ക് ഈ വാട്സാപ്പിൽ അയക്കുന്ന മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. എന്റെ മകൾ ബിലീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവര് ഇപ്പോൾ ചെക്കപ്പിന് പോയി അവർക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു, ഹോസ്പിറ്റലിൽ കാണിച്ചു. അതിനു വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കർത്താവ് എല്ലാ വിഷയങ്ങളും അത്ഭുതമാക്കി മാറ്റും. സിസ്റ്റർ, എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം. ഞാൻ പറയുന്നത് നിങ്ങളുടെ ഭർത്താവായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, ബൈബിൾ ഒരു വാക്കിന് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. ഒന്ന് വിശ്വാസക്കണോട് കണ്ടേ. എല്ലാ ദിവസവും നിങ്ങൾ കുടുംബമായിട്ട്, ഹസ്ബൻഡും വൈഫും പിള്ളേരും ഒക്കെ ആയിട്ട് ബൈബിൾ വായിക്കുകയും മറ്റുള്ളവരോട് പോയി സുവിശേഷം പറയുകയും കുടുംബമായിട്ട് പോയി നിങ്ങൾ അതിനോട് കർത്താവിനെ നേടുകയും ആ ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുന്ന, ഇതൊക്കെയാണ് ദൈവരാജ്യം. ഇതാ ദൈവം. അല്ലാതെ കുടുംബം തകർന്ന് തരിപ്പടമായിട്ട് ചെതറിപ്പോകുന്ന പിശാചിൻ്റെ ആഗ്രഹങ്ങളാണ്. വിട്ടുകൊടുക്കരുത്. ഇന്ന് വിശ്വാസി ഒന്ന് കയറി വന്നേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞാൻ എൻ്റെ യേശു തന്ന അധികാരത്തിന് മേൽ പ്രാർത്ഥിക്കുന്നു. അതിരുകളെ തുറക്കുന്ന ദൈവം, അതിരുകളെ വിസ്താരമാക്കുന്ന ദൈവം, അത്ഭുതങ്ങളുടെ ദൈവം, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ അങ്ങ് തൊടുന്നതിന് നന്ദി, അത്ഭുതമാക്കുന്നതിന് നന്ദി. പ്രാർത്ഥിച്ചെന്ന് ബ്ലസ് ചെയ്യുന്നപ്പോൾ ഞാനൊരു ബെഹനാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ബെഹനാൻ, അങ്ങനെ ഒരു വ്യക്തിയുടെ ഭവനത്തെ ഞാൻ കാണുന്ന ഒരു സഹോദരൻ എന്നൊരു വാക്കാണ് ഞാനിങ്ങനെ വരുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ബെഹനാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ആ ഭവനത്തിൻ്റെ മേൽ യേശുവെ അങ്ങയുടെ കൃപ പെരുകുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അതിരുകളെ വിസ്താരമാക്കുന്ന ദൈവം, അത്ഭുതത്തിൻ്റെ ദൈവം, ആ കുടുംബത്തിൻ്റെ മേൽ ദിവ്യ സമാധാനത്തെ അയക്കുന്നല്ലോ. ദിവ്യാത്മാവിനാൽ ദിവ്യ സമാധാനത്തെ അയക്കുന്നല്ലോ. അപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ കർത്താവിനോട് പറയുന്നൊരു വാക്ക്, 1993 ജനിച്ച അഞ്ജു എന്ന് പേര് വിളിക്കുന്ന, വിളിപ്പേരുള്ള, ഒഫീഷ്യൽ എനിക്കറിയത്തില്ല, 1993 അഞ്ജു എന്ന് വിളിപ്പേരിലുള്ള ഒരു മകളെ കർത്താവ് തൊടുന്നായിട്ടുണ്ട്. വാക്കിങ്ങനെ പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ ഭവനത്തിൽ ആ മകളെ ദൈവം തൊടാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് അവളുടെ ജീവിതത്തെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഭാവിയിലേക്ക് കർത്താവ് കൊണ്ടുപോകാൻ വേണ്ടി പോവാണ്. ഇനി ആ മകളെ ഓർത്ത് ഭാരം വേണ്ട. ഇനി മകളിത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇനി ഭാരപ്പെടേണ്ട. കർത്താവിൻ്റെ ഉള്ളം കരത്തിലാണ് ഇരിക്കുന്നത്. കർത്താവിൻ്റെ ഉള്ളം കരത്തിൽ സുരക്ഷിതമാണെന്ന് പറയുന്നു. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തികളെയും ബ്ലസ്, രോഗികളായി ഭാരപ്പെടുന്നവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അത്ഭുത സൗഖ്യത്തിന് ഞങ്ങൾ അവകാശികളാണ്. ഓരോ മക്കളെയും ബ്ലസ് ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ ബർത്ത്ഡേ ആയിക്കോട്ടെ, അവർ നിങ്ങൾ മ്യൂട്ട് മാറ്റരുത് ഞാൻ പറഞ്ഞല്ലോ. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഈ ദിവസങ്ങളിൽ കേൾക്കാൻ പോകുന്ന വചനങ്ങൾ ഞങ്ങളുടെ കുടുംബ ജീവിതത്തെയും ഞങ്ങളുടെ ലൈഫ് സ്റ്റൈലിനെ തന്നെ ചേഞ്ച് ചെയ്യുന്ന ഞങ്ങളുടെ സകല മേഖലകളെ സ്പിരിച്വലി, ഞങ്ങൾ കർത്താവ് സകല മേഖലകൾ സ്പിരിച്വലി ആയിക്കോട്ടെ, മെറ്റീരിയൽ ബ്ലെസ്സിങ്ങുകളായിക്കോട്ടെ, എല്ലാം ഞങ്ങളെ ചേഞ്ച് ചെയ്യുന്ന തലങ്ങളാണല്ലോ. അപ്പോൾ
പ്രാർത്ഥിച്ചു ബ്ലസ് ചെയ്യുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ, അനുഗ്രഹിക്കുന്നപ്പ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യങ്ങളോ മറ്റോ പറയാനുണ്ടെങ്കിൽ പറയാം. ഞാൻ തോമസ് ബെറിനെ ഹോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഈ സമയത്ത് ചുരുക്കം നമ്മൾ കുറച്ച് സാക്ഷ്യം കേട്ട് ബാക്കി നമ്മൾ അടുത്ത ദിവസങ്ങളിൽ പിന്നെയും നമുക്ക് കേൾക്കാം. സാക്ഷ്യങ്ങളുള്ളവർ ചുരുക്കം പ്രാർത്ഥനാ വിഷയങ്ങൾ പറയരുത്. നിങ്ങൾ സാക്ഷ്യങ്ങൾ എന്താണോ കർത്താവ് ചെയ്തത്, ആലോചനകളുണ്ടെങ്കിൽ, ഇടപെട്ടതുണ്ടെങ്കിൽ പറയുക. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. കാലയില് ചൊറിച്ചിലും കടിയായിരുന്നു. അപ്പൊ ഇന്ന് ബ്രദർ പറഞ്ഞില്ലേ, ഇപ്പൊ തന്നെ ഇത്തിരി മുമ്പ് വചനം പറഞ്ഞല്ലോ. അപ്പൊ ഹോർമോണിന്റെ ബാലൻസിനെ പറ്റി പറഞ്ഞ ആ സമയത്ത് എനിക്ക് ആ ചൊറിച്ചിലും കടിയും മാറി. ആമേൻ. സ്വത്രം. അതായിരുന്നു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞത്. അതെ. അത് വലിയ അത്ഭുതം ടെസ്റ്റ് പറഞ്ഞത്. ഹോർമോണിന്റെ ചില അതെ ഹോർമോണിൻ്റെ ചില പ്രശ്നങ്ങളെ കർത്താവിന് സൗഖ്യമാക്കുന്ന ബെസ്റ്റ് പറഞ്ഞ കാലയിൽ ചൊറിച്ചിലും ബുദ്ധിമുട്ടുമായിട്ട് അതിൻ്റെ നിമിത്തം ഹോർമോണിൻ്റെ വിഷയങ്ങൾ കാരണം അങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷേ ആ സമയത്ത് അപ്പം തന്നെ പിടിച്ചു കെട്ടിയതുപോലെ ആ ബുദ്ധിമുട്ടെല്ലാം നിന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? ആ ഹോർമോണിൻ്റെ ബാലൻസിനെ യേശു സൗഖ്യമാക്കിയെന്നല്ല അതിൻ്റെ അർത്ഥം. ആ സമയത്ത് അത് സൗഖ്യമായത്. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് തൊട്ടതിൻ്റെ നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു. ബ്രദറെ, എനിക്ക് മുടി ഭയങ്കരമായിട്ട് പൊഴിയുമായിരുന്നു കേട്ടോ ബ്രദറെ. എന്റെ മുടി എന്ന് പറയുമ്പോൾ പൊഴിയുന്ന ഓരോ കെട്ടായിട്ടായിരുന്നു പോകുന്നത്. ഞാനിപ്പോ പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോ ഞാൻ ചീപ്പ് അടുത്ത് വെച്ചോണ്ടായിരുന്നത്. ഇപ്പൊ ഒരൊറ്റ മുടി പോലും എനിക്ക് പൊഴിയുന്നില്ല. താങ്ക് യു ബ്രദർ. ആമേൻ. അത് വലിയൊരു സാക്ഷ്യക്കാര്യം. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ സഹോദരിമാർ ഏറ്റവും കൂടുതൽ പറയുന്നൊരു ഭാരമാണ്. ഇപ്പോൾ സഹോദരന്മാർക്ക് പിന്നെ അത്രയും വിഷയമില്ല, സഹോദരന്മാർക്കും വിഷയമുണ്ട്. നിങ്ങൾക്കിപ്പോൾ മുടി കൊഴിച്ചിലാണെങ്കിലും അത് പ്രാർത്ഥിച്ചോണം. ചിലർ പറയും എന്നെ മുടിയെല്ലാം കൈവച്ച് പ്രാർത്ഥിക്കുക, അതൊരു അസ്വസ്ഥതയാണ്. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ മുടി കൊഴിയുന്ന ബുദ്ധിമുട്ടാണ്, ചെറിയ കാര്യമല്ല അത്. പക്ഷേ അതുമായിട്ട് ഇരിക്കുമായിരുന്നു. പക്ഷെ പ്രാർത്ഥിച്ചപ്പം ഒന്ന് ചീകി നോക്കി, ഇപ്പോൾ ഒരു കൊഴിച്ചിലുമില്ല. കർത്താവ് അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. കളിയാക്കുന്നവൻ കളിയാക്കട്ടെ, പക്ഷേ നമ്മുടെ ഏത് കാര്യങ്ങളെയും കർത്താവിൻ്റെ മുറിവിൽ നമുക്ക് വിടുതലും സൗഖ്യമുണ്ട്. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഈ റിസീവ് ചെയ്യാന്ന് പറഞ്ഞ ഏറ്റെടുക്കാന്ന് പറയുന്ന എന്താ നമ്മൾ അന്നേരം ചെയ്യുന്നത്? ആമേൻ പറയുക സിസ്റ്ററെ. ആമേൻ അപ്പോൾ ഒരു ദൈവിക ആലോചന കേൾക്കുമ്പം, നമ്മളൊരു പ്രവചനം കേൾക്കുമ്പം, ഒരു വചനം കേൾക്കുമ്പം ആമേൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അങ്ങനെ തന്നെ. അതിൻ്റെ അർത്ഥം കേട്ടതിനെ അങ്ങനെ തന്നെ ഞാൻ സ്വീകരിക്കും. നമുക്കറിയാം, നമ്മളിപ്പം ഒരാൾ നമുക്കൊരു ഗിഫ്റ്റ് തന്നാൽ നമ്മൾ അതിനെ റിസീവ് ചെയ്യുന്നത് എങ്ങനെയാണ്? കൈകൊണ്ടത് മേടിക്കുന്നു. പക്ഷെ വചനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ വാഗൊണ്ട് പറഞ്ഞ വചനം നമുക്ക് കൈ കൊണ്ട് പിടിക്കാൻ പറ്റത്തില്ല, നമുക്ക് പോക്കറ്റിൽ സൂക്ഷിക്കാൻ പറ്റത്തില്ല, ബാഗിൽ വെക്കാൻ പറ്റത്തില്ല. നമ്മുടെ ആത്മാവിൽ മാത്രം അത് സ്വീകരിക്കാൻ പറ്റും. ആമേൻ എന്ന വാക്ക് നമ്മളെ സഹായിക്കുന്നത് ആ കേൾക്കുന്ന വചനത്തെ എൻ്റെ ശരീരത്തിലേക്കും എൻ്റെ ആത്മാവിലേക്കും ആ ഒറ്റ ആമേൻ എന്ന വാക്കുകൊണ്ട് എൻ്റെ മുഴുവൻ ബോഡിയിലേക്ക് അത് ഞാൻ സ്വീകരിക്കുന്ന പ്രക്രിയയാണ് ആ വാക്കിൻ്റെ ശക്തി. ഞാൻ പറഞ്ഞു ആ വാക്കിന് ശക്തിയുണ്ട്. ആമേൻ എന്ന് പറഞ്ഞ വാക്ക് ചുമ്മാ എഴുതിയേക്കുന്നതല്ല. ആമേൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് കേൾക്കുന്നത് എൻ്റെ സ്പിരിറ്റിലേക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് ആമേൻ. ഗോഡ് ബ്ലസ് യു. ഞാൻ ഒരു പ്രാവശ്യം ആമേൻ എന്ന വാക്കിന്റെ തന്നെ മെസ്സേജ് യൂട്യൂബിൽ കിടപ്പുണ്ട്, ഏറ്റവും താഴെയുണ്ട്, അത് കേട്ടോണം കേട്ടോ. എനിക്ക് ജസ്റ്റ് ഡൗട്ട് ആയിരുന്നു, ഏറ്റെടുക്കാന്ന് പറഞ്ഞാൽ എന്താ ചെയ്യണ്ടേന്ന് എനിക്ക് അറിയത്തില്ല. അത് യൂട്യൂബിൽ കിടപ്പുണ്ട് സിസ്റ്റർ. ആമേൻ എന്ന വാക്കിന്റെ അർത്ഥം യൂട്യൂബിൽ കിടപ്പുണ്ട്, താഴെ നോക്കിയാൽ കേട്ടോ. ഓക്കെ ബ്രദറെ, അതുപോലെ ഹോർമോണൽ ഇതിന്റെ പ്രശ്നത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. എന്റെ കസിന്റെ മകള് ഹോർമോണൽ പ്രശ്നമായിട്ട് ഒത്തിരി അങ്ങ് വണ്ണം ഒക്കെ ശരീരത്തിന്, അതുപോലെ തന്നെ മുടിയെല്ലാം കൊഴിഞ്ഞു പോകുന്നു, ഇങ്ങനെയുള്ള അസുഖത്തിൽ കൂടി കടന്നു പോകുന്നു. ആ വിഷയം ഞാൻ ഏറ്റെടുക്കുന്നു. ഇപ്പൊ എന്റെ കൂടെ ഇല്ല, എനിക്ക് ചോദിക്കാൻ എങ്ങനെയുണ്ടെന്നുള്ളത് ചോദിക്കാൻ. പക്ഷെ ഞാൻ അവിടെ ചെല്ലാൻ പറ്റുമെങ്കിൽ ചെല്ലുക, അല്ലെങ്കിൽ ഫോണിൽ വിളിച്ചാണല്ലോ ഞാൻ നിനക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുവാന്ന് പറഞ്ഞോളാം. ഞാൻ അവിടെ കേട്ട പ്രവചനം വിശ്വസിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇനി നിനക്ക് ആ ഹോർമോണിൻ്റെ കുഴപ്പം വരത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. കർത്താവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. ആമേൻ എന്ന് പറയാം കേട്ടോ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു ബ്രദറെ. തൃശ്ശൂര് മീറ്റിംഗ് വെക്കുന്നുണ്ടോ ബ്രദറെ? സിസ്റ്റർ, തൃശ്ശൂരിലുണ്ട് നമ്മൾ, പക്ഷേ അതിൻ്റെ ടൈമിങ്ങിൽ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. അത് ഞങ്ങൾ ക്രമീകരിക്കുന്നുണ്ട് കേട്ടോ. ഞാനത് അതായത് നമുക്ക് ഈ എറണാകുളം മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ളൂ അതിൻ്റെ ഡേറ്റുകളിലേക്കൊക്കെ വരത്തുള്ളൂ. ബ്രദർ, ഇന്നലെ ബ്രദർ എന്റെ ഇടത് കാലിന്റെ അടിയില്
ഭയങ്കര വേദന ഒത്തിരി കാലമായിട്ടുണ്ടായിരുന്നു. അത് മാറിപ്പോയിട്ടുണ്ട് ആ ദൈവത്തിൽ എത്ര നിന്ന്. എത്ര എത്ര നാളത്തെ ബുദ്ധിമുട്ടായിരുന്നു? അത് ഒരു 2 വർഷത്തോളം ആയിട്ടുണ്ട് ബ്രദർ. എന്റെ വേദനയായിരുന്നു. ഇടത് കാലിന്റെ അടിയിൽ, ഞാൻ ഷുഗർ പേഷ്യന്റാ. അപ്പൊ ഉം. ഇടത് കാലിന്റെ അടിയിൽ എത്ര വേദന, എനിക്ക് നടക്കുമ്പോ ഇച്ചിരി ഒട്ടും പെട്ടെന്ന് നടക്കാനൊന്നും പറ്റില്ല. എഴുന്നേറ്റ കുറച്ചേരം നിന്നിട്ട് വേണം കാല്. അപ്പൊ അതിങ്ങനെ കുത്തി വേദനയായിരുന്നു കാലിന്റെ ഇപ്പൊ ആ അടിയിൽ. വേദന ഇല്ല. ഇപ്പൊ ആ വേദനയില്ല. ഓ അത് ഇന്നലെ സ്വതന്ത്ര ഇന്നലെ പ്രാർത്ഥിച്ചപ്പോൾ അല്ലേ? 2 വർഷമായിട്ട് ഷുഗർ നിമിത്തം ഉണ്ടായ വേദന, ചാല് ചവിട്ടാൻ പറ്റാത്ത വേദനയായിരുന്നു 2 വർഷമായിട്ട്. പക്ഷെ ഇന്നലത്തെ പ്രാർത്ഥനയിൽ യേശു അത്ഭുതം ചെയ്തു. ഞാൻ പറഞ്ഞില്ല, ഷുഗറിനോട് പറയണം, എനിക്ക് നിന്നെ ജീവിതകാലം മുഴുവൻ ചുമക്കാൻ പറ്റത്തില്ല. ഷുഗറുകാർ കേട്ടോണം, പ്രഷറുകാർ കേട്ടോണം, ക്യാൻസറുകാർ കേട്ടോണം, ട്യൂമറുകാർ കേട്ടോണം. ഏത് രോഗമാണോ നിങ്ങൾ പറ, ഇങ്ങനെ പറ, യേശുവിൻ്റെ നാമം, എനിക്ക് നിന്നെ ചുമക്കേണ്ട ആവശ്യമില്ല, യേശു ക്രൂശിൽ നിന്നെ ചുമന്ന് മാറ്റിയതാ. ഇങ്ങനെ തന്നെ ഒന്ന് പറയണം. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ നാവ് കൊണ്ട് പറഞ്ഞാൽ അതിൻ്റെ മേലുള്ള അധികാരം പുറത്തു വരികയും പിന്നെ ആ രോഗത്തിന് ഇരിക്കാൻ കഴിയത്തില്ല. പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മൾ ചുമക്കേണ്ട ജീവിതകാലം മുഴുവൻ ചുമക്കണമെന്ന് മെഡിക്കൽ സയൻസാണ് പറഞ്ഞേക്കുന്നത്, യേശു പറഞ്ഞിട്ടില്ല. ബൈബിളിൽ ഒരു സ്ഥലത്തും പറയുന്നില്ല. മെഡിക്കൽ സയൻസാണ് പറഞ്ഞത് ഈ രോഗം ജീവിതകാലം മുഴുവൻ ഉണ്ടാകും. മെഡിക്കൽ സയൻസ് പറയുന്നത് വിശ്വസിക്കാനല്ല. അവർ സത്യമാണ് പറയുന്നത്. അവർ കണ്ടുപിടിച്ച ടെക്നോളജി കണ്ടുപിടിച്ചു, അവർ കണ്ടുപിടിച്ച അവരുടെ റിപ്പോർട്ട് പ്രകാരമാണ്, അവർ പഠിച്ച അറിവിലാണ് അവരുടെ അറിവാണത്, യേശുവിൻ്റെ അറിവല്ല. ഞാൻ അവരെ കളിയാക്കുമൊന്നുമല്ല. അവർ ലോകത്തിൽ നിന്ന് പഠിച്ചത് നല്ല അറിവാണ്. പക്ഷേ നമ്മൾ യേശുവിൻ്റെ അറിവ് കിട്ടിയവർ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. യേശുവിൻ്റെ അറിവുള്ളവർ അവിടെ വേണം, ഞാൻ നിൻ്റെ കാര്യം ഓക്കെയാണ്, എനിക്ക് റിസൾട്ട് കണ്ട് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഞാൻ നിന്നെ ഏറ്റെടുക്കുന്നില്ല, എനിക്കത് നിന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല, അങ്ങനെയൊന്ന് പറഞ്ഞേ. കർത്താവ് നിങ്ങൾക്ക് അത്ഭുത സൗഖ്യം ഉണ്ടാവും, അത്ഭുത വിടുതൽ ചെയ്യും കർത്താവ്. അനുരേഖ രജിസ്റ്ററെ ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ഒരു എനിക്ക് ഒരു ബ്രദറെ കാര്യം കഴിഞ്ഞ 2 ആഴ്ച ബ്രദർ പറഞ്ഞിരുന്നു, ജോർജിന്റെ 2 ആൺമക്കളും ദൈവം തൊടുന്നെന്ന് പറഞ്ഞു. ഇന്ന് പേരെന്നായിരുന്നു? വലിയ അത്ഭുതം നടന്നു. അവരുടെ ജോർജിന്റെ 2 മക്കളെയും ദൈവം തൊടുന്നെന്ന് പറഞ്ഞു രാജനെ പറഞ്ഞിരുന്നു. അപ്പൊ ഇന്ന് ഒരു അത്ഭുതം അവരുടെ ജീവിതം നടന്നു. 2020 മുതൽ ഈ ജോർജിന്റെ ഒരു കട, 5 മുറിയുള്ള വലിയൊരു കട വാടകയ്ക്ക് വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്ന ഒത്തിരി സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോയതാ. ഇന്ന് ആ കട 10 ലക്ഷം രൂപ ഡിപ്പോസിറ്റോടുകൂടെ 50,000 രൂപ വാടകയ്ക്ക് അത് പോയി ബ്രദറെ. എത്ര നാളുള്ള ബുദ്ധിമുട്ടായിരുന്നു? എന്ന് പറഞ്ഞ എത്ര നാളുള്ള ബുദ്ധിമുട്ടായിരുന്നു? 2020 മുതൽ ആ കട വാടകയ്ക്ക് പോകാൻ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാ. അത് ഇപ്പൊ 4 വർഷം കൊണ്ട് ഇന്നാണ് ആ കട വാടകയ്ക്ക് പോയി. ഇത് വലിയൊരു അത്ഭുതമാണ്. ഇത് വലിയൊരു അത്ഭുതമാണ്. കാര്യം ഇതാണ് ഞാൻ പറഞ്ഞത്, സ്പിരിറ്റ് ഓഫ് അല്ലെങ്കിൽ ഗിഫ്റ്റ് ഓഫ് പ്രൊഫസിയിലൂടെ ഉണ്ടാകുന്ന വിടുതലാണിത്. അതായത് സൗരി പറഞ്ഞത് ജോർജിൻ്റെ 2 തലമുറകളെയും കുടുംബത്തെയും കർത്താവ് തൊടുന്നു പറഞ്ഞു. അപ്പോൾ സൗരി പറഞ്ഞാൽ 2020 മുതൽ കടമുറി ഇട്ടു, പക്ഷെ അത് പോകുന്നില്ല. സാമ്പത്തിക കുരുക്കിൽ വീണവർ എന്നാലും നോക്കി, അത്രയും വലിയൊരു കടമുറി എടുത്ത് വെച്ചിട്ട് അത് വിറ്റ് പോകാം അല്ലെങ്കിൽ അത് വാടകയ്ക്ക് പോകാതെ കുരുങ്ങി കിടക്കുക, സാമ്പത്തിക കുരുക്കി കിടക്കുമായിരുന്നു അവർ. പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ മാറുന്നില്ല. പക്ഷെ എന്ത് ചെയ്തു? ആ കൃപാവരം ഉപയോഗിച്ച്, പ്രവചന വരം എന്ന കൃപാവരം ഉപയോഗിച്ച് എന്ത് ചെയ്തു? ആ വിഷയത്തെ തൊട്ടു. കർത്താവ് പറഞ്ഞില്ലേ, ജോർജിനെയും 2 കുടുംബത്തെയും കർത്താവ് തൊടാൻ വേണ്ടി പോകുന്നവർ വിഷയത്തെ കർത്താവ് സ്പർശിക്കാൻ വേണ്ടി പോകുന്നു. 4 വർഷമായിട്ട് ചലിക്കാത്തത്, അതാ സൗകര്യം പറയും, 4 വർഷമായിട്ട് ഒരനക്കവും ഇല്ല. ആ വിഷയം തൊട്ടു. അതിൻ്റെ അർത്ഥം എന്താണ്? ആ സാമ്പത്തിക കുരുക്കിൻ്റെ കെട്ടിനെ പൊട്ടിച്ചു. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവ് പ്രവചന വരം എന്ന കൃപാവരത്തിലൂടെ അത് വെളിപ്പെടുത്തിയിട്ട് കർത്താവ് എന്ത് ചെയ്തു? അതിനെ തൊട്ടു. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് ഞാൻ ഇതിനെ കൃപാവരമായിട്ട് ഇന്ന് എല്ലാം കണക്ട് ചെയ്ത് നമ്മളിത് ഈ ദിവസങ്ങളിൽ ഈ സ്റ്റഡി ആയതുകൊണ്ടാണ് ഞാൻ എല്ലാം അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, എന്തോ? എനിക്ക് ആമവാദത്തിന്റെ അസുഖമാണ് ബ്രദറെ. ഇപ്പൊ 2 മാസം കൊണ്ട് വളരെ കൂടുതലായിരുന്നു. എനിക്ക് കൈക്കും കാലിനും ഒക്കെ എല്ലുകളെല്ലാം ഭയങ്കര വേദനയും, ജോലി ഒന്നും ചെയ്യാനുള്ള ഇതല്ലായിരുന്നു ബ്രദറെ. ഇപ്പൊ എനിക്ക് നല്ല മാറ്റമുണ്ട്, വേദനയ്ക്കെല്ലാം നല്ല മാറ്റം വന്നിട്ടുണ്ട് ബ്രദറെ. എത്ര വർഷമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് സിസ്റ്റർ ഇത്? ബ്രദറെ, എനിക്ക് 16 വർഷമായി ഈ ആമവാദം തുടങ്ങിയിട്ട്. ഇപ്പൊ ഈ 2 മാസം കൊണ്ട് എനിക്ക് വളരെ കൂടുതലായി. ഈ പ്രാർത്ഥിച്ചതിന് ശേഷം
ശേഷം നല്ല വേദന മാറ്റമുണ്ട്, നല്ല കുറവുണ്ട് ബ്രദറെ എനിക്ക്. ആമേൻ, സ്വത്രം. ഇത് വലിയ സാക്ഷിയാണ് കേട്ടില്ല. 12 വർഷമായിട്ടുണ്ടെന്ന് രോഗം, ആമവാദം എന്ന് പറഞ്ഞ അസുഖം ബാധിക്കപ്പെട്ട് സഹോദരി ഭാരപ്പെടുമായിരുന്നു. 2 മാസമായിട്ട് അതികഠിനമായി. അപ്പോഴാണ് വചനം കേൾക്കുന്നത്. പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിച്ചു? വലിയ ആശ്വാസം, വലിയ മാറ്റം, വലിയ സൗഖ്യം കർത്താവ് കൊടുത്തു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ ഈ കൂട്ടായ്മയൊക്കെ ആചരിക്കുന്നത് ചെറിയ കാര്യം വല്ലതും ആണോ? അല്ല. കർത്താവ് അങ്ങ് മകളെ 12 വർഷമായിട്ടുണ്ടായിരുന്ന രോഗബന്ധന ശക്തിയാണ് കർത്താവ് വിടിവിച്ചത്, ആശ്വാസം കൊടുത്തത്. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഈ മെസ്സേജ് കേട്ട് കുറച്ച് കഴിഞ്ഞപ്പോ മുതലേ തുടങ്ങി വായിക്കോട്ടെ വിട്ടും ഏമ്പക്കം കയറി വരും, അത് കഴിയുമ്പോ വായിക്കോട്ടെ കയറി വരും. അങ്ങനെ ചില ദിവസമൊക്കെ കേൾക്കാറുണ്ട്. ഇന്ന് പക്ഷെ ഭയങ്കരമായിട്ടും തുടർമാനമായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാ എനിക്ക് അറിയത്തില്ല എന്താണെന്നുള്ളത്. ഞാൻ പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് വചനത്തിന് വിരുദ്ധമായിട്ടുള്ള സകല ബന്ധനങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു, സൗഖ്യം നൽകണം. ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചോട്ടെ. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി. ഞാൻ അവർക്ക് ഞാൻ പറഞ്ഞാൽ എനിക്ക് മെസ്സേജുകളായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത് വളരെ ചുരുക്കമായിട്ട് നടക്കുന്നുള്ളൂ. നമുക്ക് ഒരുമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മുന്നോട്ട് നിങ്ങൾ വിതയ്ക്കുക, നിർബന്ധമില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നുന്നത് വരാൻ പോകുന്ന പ്രാർത്ഥന ഉണ്ട്. നിങ്ങൾ അയക്കുന്നവർ ചിലപ്പോൾ അയക്കും, ചിലരയക്കും. ബ്രദറെ, കണ്ടവർ ചില മെസ്സേജ് ഞാൻ കണ്ടപ്പോൾ ചെറിയ അങ്ങനെ ഇടരുത്. നിങ്ങളുടെ ചെറുതോ വലുതോ എന്നുള്ളതല്ല, കർത്താവിന് വേണ്ടി കൊടുക്കാൻ പറ്റുക. അതിൽ ചെറുതും വലിപ്പമൊന്നുമില്ല. ദൈവം നമ്മളെ വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഇതെല്ലാം നമ്മുടെ വരാൻ പോകുന്ന മുന്നോട്ടുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾക്കും വരാൻ പോകുന്ന എല്ലാ ക്രൂസുകൾക്കും, രോഗരാജ്യങ്ങൾ നടക്കുന്ന ഇത് മാത്രമല്ല, വർധനവിൻ്റെ ദൈവമാണ്, നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. കർത്താവ് അതിനുവേണ്ടി ഒരുക്കുക. അതിനുവേണ്ടി വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നു. വിതയ്ക്കുന്നവൻ കൊയ്യും എന്ന വചനത്താൽ അനുഗ്രഹിക്കുന്നു. നന്മ നിറയട്ടെ. മുന്നോട്ട് വിതയ്ക്കാൻ പോകുന്നവരെ അനുഗ്രഹിക്കുന്നു. അവർ അധ്വാനത്തിൻ്റെ വഴികൾ വർദ്ധിക്കട്ടെ. വായ്പ മേടിക്കത്തില്ല, കൈ നീട്ടാൻ സമ്മതിക്കത്തില്ല, ഉയർച്ച തന്നെ പ്രാപിക്കും. അവരെ ഞാൻ ബ്ലസ് ചെയ്യുന്നു, അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ വരുമാന മാർഗ്ഗങ്ങൾ വർദ്ധിക്കട്ടെ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഒരു പൈസ പോലും പാഴായി പോകത്തില്ല. ഒറ്റ പൈസ പോലും ഹോസ്പിറ്റലിലോ മറ്റ് സ്ഥലങ്ങളിലോ കൊണ്ട് കളയുവാൻ സമ്മതിക്കത്തില്ല. വർദ്ധനവിൻ്റെ ദൈവത്തിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ദശാംശങ്ങളായിക്കോട്ടെ. എല്ലാ ദിവസങ്ങളിലും മാസങ്ങളിൽ കറക്റ്റായിട്ട് അയക്കുന്നവരുണ്ട്. എനിക്ക് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെ ബ്ലസ് ചെയ്യട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? 1-2 സാക്ഷ്യങ്ങൾ വേഗത്തിൽ പറഞ്ഞേ. പിന്നെ ഞാനൊരു ഈ കുറച്ച് നാളുകളായതേ ഉള്ളൂ ഞാൻ ഈ പ്രയർ മീറ്റിങ്ങിന് കയറാൻ തുടങ്ങിയിട്ട്. അപ്പം എൻ്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു, എനിക്കിതൊന്ന് സമയം മാറ്റി കിട്ടണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാര്യം 9 മണിക്ക് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന, എനിക്കിതിന് കയറാൻ പറ്റുന്നില്ലല്ലോ എന്ന് വലിയൊരു വിഷമമായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ എനിക്ക് ഇപ്പം സമയം മാറ്റി കിട്ടി. ഇത് 9:30 ആയപ്പോ എനിക്ക് അതിനെ കയറാൻ പറ്റുന്നു. എന്റെ വിശ്വാസം വർദ്ധിച്ചു. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് നിർബന്ധമായിട്ട് എനിക്ക് ഒരു ഇത് സുവിശേഷം പറയണം എന്നുള്ള എന്റെ മേൽ കിടപ്പുണ്ടെന്ന് ഉള്ള ഒരു എന്നെ ഒരു ബോധം എനിക്ക് ഉണ്ടായി. അപ്പൊ അത് വലിയൊരു അനുഗ്രഹമാണ്. അങ്ങനെ എനിക്ക് വിശ്വാസം വർദ്ധിക്കാൻ ഇടയാകും ഈ പ്ലാറ്റ്ഫോം മുഖാന്തരം. എന്നെ ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ ബ്രദറെ, ഒരു വിഷയം കൂടെ. എന്റെ മോന് 5 വയസ്സ്. ആ മോനാണെങ്കിൽ ഇച്ചിരി പഠിക്കാനൊക്കെ ഇച്ചിരി സ്ലോ ആണ്. സംസാരിക്കാനൊക്കെ ഇച്ചിരി സ്ലോ ആയിട്ടാണ് സംസാരിച്ചു വന്നത്. 5-ാം വയസ്സിലാണ് സംസാരിച്ചു തുടങ്ങി. അപ്പൊ അത് കാരണം ക്ലാസ്സിലൊക്കെ അവന് ഒരു ക്ലാസ് ടീച്ചർ തന്നെ ഒത്തിരി കുത്തി പറയുന്നു ഓരോന്ന്. അപ്പൊ അത് കാരണം അവന് വിഷമമുണ്ട്. അത് ഞാൻ ഏത് വചനം എടുത്താ ഞാൻ അങ്ങനെ ഓർമ്മക്കുറവുണ്ട്, കൺഫ്യൂഷൻ ആവും പഠിക്കുന്ന കാര്യങ്ങളില്. അപ്പൊ അങ്ങനെ ഇപ്പൊ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ ഇരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലുണ്ട് 61-ാം അധ്യായത്തിൽ ആരെങ്കിലും ആ വാക്യം എടുക്കുക സിസ്റ്റർ. ആ വചനം എല്ലാ ദിവസവും മോന്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ജാതികളുടെ മധ്യ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയെയും അവൻ്റെ പേര് പറഞ്ഞിട്ട്, അവൻ്റെ പേരെന്താണോ മോൻ്റെ പേര് പറഞ്ഞിട്ട് പറയണം. അവനെ ദൈവം അങ്ങനെ ആ വചനത്തിൻ്റെ ഇടയിൽ ജാതികളുടെ മധ്യ എൻ്റെ സന്തതി എന്നുള്ളിടത്ത് മോൻ്റെ പേര്, അത് ഏത് വ്യക്തി തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെല്ലാം കഴിയണം. മക്കളുടെ പേര് പറഞ്ഞിട്ട് വേണം. ഇന്ന് എവിടെയാണ് അവൻ പഠിക്കുന്ന സ്കൂള്, അവിടെ അവനാണ് ഏറ്റവും ബെസ്റ്റ്, അവനാണ് ഒന്നാമൻ. ടീച്ചേഴ്സ് ബൈബിളിൽ പറഞ്ഞ വാക്കാണ്, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് ജാതികൾ പറയും, ടീച്ചേഴ്സ് പറയും, സമൂഹം പറയും, നാട്ടുകാർ പറയും, വീട്ടുകാർ പറയും. യഹോവ അനുഗ്രഹിക്കപ്പെട്ടതെന്ന് ആലോചിച്ച് നോക്കിയ ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള കുഞ്ഞെന്ന് അവനെപ്പറ്റി പറയുമെന്ന് പറഞ്ഞാൽ ആ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. ഇരമ്യാവിൻ്റെ 61-ാമത്തെ വാക്യത്തിലാണ് ആ വാക്യം. പെട്ടെന്ന് തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. കർത്താവ് അത് വലിയൊരു സാക്ഷ്യമാക്കി മാറ്റും. വലിയ പ്രവർത്തികളെ കർത്താവ് നിറയ്ക്കുവാൻ ഇടയായിത്തീരും. ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക.
യശാവ് 61:9. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യശാവ് 61:9. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷിയുള്ളവർ? പറഞ്ഞു. ബ്രദറെ, ഞാൻ സാക്ഷ്യം പറയുന്ന പറഞ്ഞാൽ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോഴും അമ്മയുടെ ഒരു റിലേറ്റീവ് വിളിച്ചായിരുന്നു ഇന്ന്. വിളിച്ചപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യേശുവിനെ അറിയുന്നതിനൊക്കെ ഭയങ്കര എതിർപ്പായിരുന്നു. ആ ചേച്ചി അമ്മയോട് പറഞ്ഞു, രാവിലെ ഞാൻ ESI പോയതാ, എനിക്ക് തലവേദന സഹിക്കാൻ വയ്യായിരുന്നു, പക്ഷെ വൈകുന്നേരം വരുന്നിട്ട് പോലും ഡോക്ടറെ കാണാൻ പറ്റിയില്ല, ഇനിയിപ്പോ നാളെ പോണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മ അന്നേരം പറഞ്ഞ് ഞാൻ എൻ്റെ കയ്യിലോട്ട് തരാമെന്ന് പറഞ്ഞു അമ്മ ഫോൺ തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ഞാനൊരു ഭാഗം പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചപ്പം എന്നാ നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറയുന്നെങ്കിൽ കൈ തലയിലോട്ട് വെക്കാൻ പറഞ്ഞു. അങ്ങനെ കൈ തലയിൽ വെച്ചു. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ്, എന്റെ തലവേദന മാറി എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. അവർക്ക് വിശ്വസിക്കാനും ഇട വന്ന്. എല്ലാ മഹത്വവും എൻ്റെ യേശുവിന്. ആമേൻ. നന്ദി കർത്താവ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളിലൂടെ സൗഖ്യങ്ങൾ നടക്കി. പറഞ്ഞ പോലെ തന്നെ ഒരു എതിർത്ത ആളുകളാണ്, പക്ഷെ കൈവച്ച് പ്രാർത്ഥിച്ചു, അവർ തന്നെ അതിശയിച്ചു, എൻ്റെ സൗഖ്യമായല്ലോ എന്ന്. വലിയ സാക്ഷ്യമാണ്. ഇതേപോലെ നിങ്ങൾ പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും കൃപാവലങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഒന്നിലും നിങ്ങൾ ഭാരപ്പെടേണ്ട. അതിലേക്കുള്ള വാതിലുകളെ സ്വർഗം നമുക്ക് തുറന്നു തരും. ഞാൻ തൽക്കാലത്തേക്ക് പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യും. എനിക്കറിയാം മുന്നോട്ട് പിന്നെയും സാക്ഷിയുണ്ട്. പറ്റിയാൽ നമ്മുടെ ശനിയാഴ്ച പ്രാർത്ഥന ഇച്ചിരി നേരത്തെ തുടങ്ങാം. ഞാൻ എൻ്റെ ഗ്രൂപ്പിലോട്ട് നമുക്ക് ലിങ്ക് അയക്കും. ശനിയാഴ്ച ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥന ഇച്ചിരി നേരത്തെ ആയിരിക്കും. ഒരു ദിവസം മാത്രം. കാര്യം ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ കുറച്ചൊന്ന് കൂടുതൽ സമയം എടുക്കാൻ വേണ്ടി നോക്കുവാണ്. ഈ 100-110 പോകുന്ന പോലെ സ്പീഡിൽ പോകാതെ ഒരു ദിവസം ഇച്ചിരി സമയം നേരത്തെ എടുക്കും. 1 മണിക്കൂറോ 1.5 മണിക്കൂറോ മുമ്പ്. അതുകൊണ്ട് ഒരു ദിവസം മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ ദിവസം എല്ലാവരും ഒന്ന് ഫ്രീ ആകുക. ഇത് ചുരുങ്ങിയ പെട്ടെന്നൊരു ഷോർട്ട് നോട്ടീസ് ആണെന്ന് എനിക്കറിയാം. എങ്കിലും ചിലപ്പോൾ അതൊരു വ്യത്യാസം വരുത്തും. ചിലപ്പോൾ അടുത്ത ആഴ്ച മുതലേ ആകത്തുള്ളതായിരിക്കും. എങ്കിലും ശ്രമിക്കും. കർത്താവ് അതെല്ലാം സഹായിക്കട്ടെ. ഞാൻ തൽക്കാലം പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ലൈവിൽ കാണുന്നവരെ ബ്ലെസ്സിങ്. തുടക്കത്തിൽ നിങ്ങൾ നോട്ടീസുകൾ കേട്ടായിരുന്നല്ലോ. നമ്മൾ വരാൻ പോകുന്ന മീറ്റിങ്ങുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പല രാജ്യങ്ങളിൽ എന്നെ കേൾക്കുന്നവരുണ്ട്. ഞാൻ കൂടെ പറഞ്ഞിരുന്നു, നമ്മൾ പല ഗ്രൂപ്പുകളായിട്ടെല്ലാം തിരിക്കുകയാണ്. ഏതൊക്കെ രാജ്യത്ത് നിങ്ങളായിരിക്കുന്നുണ്ടോ ആ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളെ ദൈവം അവിടെ ഉപയോഗിക്കും. ജോലി സ്ഥലങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന പട്ടണങ്ങളിൽ അവരോട് പ്രവചിക്കുന്നവരാകും, അവരെ യേശുവിനെ പറയുന്നവരാകും, ദൈവരാജ്യം പ്രഘോഷിക്കുന്നവരാകും, രോഗികളെ സൗഖ്യമാക്കുന്നവരാക്കും, അവരുടെ തകർന്ന ജീവിതത്തെ പണിയുന്നവരാക്കും. ചുമ്മാ അവിടെ പോയിരുന്ന് പറയുന്നവരല്ല, പ്രവൃത്തി നടത്തുന്ന അപ്പോസ്തലന്മാരെ പോലെയാക്കി കർത്താവ് നിങ്ങളെ മാറ്റും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സകലരും നമുക്ക് ഒരുമിച്ച് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് വിശ്വാസ